أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم لا ينجو أحدكم بأمله قالوا ولا أنت يا رسول الله قال ولا أنا إلا أن يتغمدني الله برحمته. صدق النبي الكريم المصطفى الأمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا واخرانا. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അനുഗ്രഹീതമായ ധന്യമായ ഈ ഇൽമിന്റെ പൂങ്കാവനത്തിലെ അനുഗ്രഹീതമായ സമുദ്ഘാടന വേദിയുടെ നിറസാന്നിധ്യം, അനുഗ്രഹീതരായ പണ്ഡിത ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അനുഗ്രഹീതമായ ധന്യമായ ഈ വിജ്ഞാന തീരത്ത് വന്നണഞ്ഞ ദീനിന്റെ കർമ്മോത്സുകരായ കർമ്മധീരരായ യുവാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള സർവ്വ പാപങ്ങളും അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് നമ്മിൽ നിന്ന് പരിപൂർണമായി മാപ്പാക്കുകയും ശിഷ്ടകാല ജീവിതം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജീവിക്കുവാനും അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പരിശുദ്ധമായ കിലിമ ഉറക്കെ ചൊല്ലി സ്വർഗം മുമ്പിൽ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അനുഗ്രഹീതമായ വിജ്ഞാനത്തിന്റെ മലർവാടിയിൽ ഒരുമിച്ച് കൂടി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണസമയം പുഞ്ചിരിക്കുന്ന വദനത്തോടെ അല്ലാഹുവിന്റെ സ്വർഗീയ ചിത്രങ്ങൾ കണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ കിലിമ ഉറക്കെ ചൊല്ലി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉസ്താദുമാർ, നാമുമായി കടപ്പെട്ടിരുന്നവർ, അല്ലാഹു അവരുടെയൊക്കെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവരുടെ പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും അവന്റെ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഒരുപാട് വൈകിയ നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ സുദീർഘമായ ഒരു ആമുഖ പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇതിന്റെ സംഘാടകർ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ഇർഷാദ് അടക്കമുള്ള ഇതിന്റെ സംഘാടകർ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഉസ്താദ് 2 ദിവസത്തെ പരിപാടിക്ക് ഇവിടെ വരണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ചത് ഇവിടെ പരാമർശിച്ച
വിവരിച്ചതുപോലെ തന്നെ ഒരു ദിവസം മുൽക്കിയിലും അതുപോലെ മറ്റൊരു ദിവസം സൂറത്തുകളിലും ഈ അനുഗ്രഹീതമായ വേദി എന്റെ പ്രിയപ്പെട്ട ദീനി സ്നേഹികളായ നിങ്ങളോട് 2 മണിക്കൂർ വീതം 4 മണിക്കൂർ 2 ഘട്ടങ്ങളിലായി ദീനിന്റെ വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുവാനുള്ള അവസരം നൽകിയ ഈ സംഘാടകർ അൽഹംദുലില്ലാഹ്, നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരുപാട് തിരക്കുകളുടെ ഇടയിലും ഒരുപാട് ജോലികളുടെ ഉത്തരവാദിത്വങ്ങളുടെ നടുവിലും നിങ്ങൾ ഈ സമയത്ത്, ഈ പാദയാത്രയോടടുക്കുന്ന ഈ സമയത്ത് ഈ വിശാലമായ മൈതാനത്ത് ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇഷ്ടമാണ്, വിശുദ്ധമായ ഖുർആനിനോടുള്ള അദമ്യമായ നിങ്ങളുടെ സ്നേഹമാണ്. ആ ഖുർആൻ പറയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആദരവായ പ്രവാചകന്റെ മദ്ഹുകൾ, അവിടുത്തെ തിരുവചനങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്നു എന്ന ഒറ്റ കാരണത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഈ അനുഗ്രഹീതമായ വേദിയിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിശാലമായി എന്നെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളെ എനിക്കും പരിചയപ്പെടാൻ ഒരുപാട് ഈ നാടിനെ പറ്റി മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, എന്നെ നിങ്ങളെ അറിയുന്നത് പോലെ നിങ്ങളെ എനിക്കും അറിയാം. ഞാനും നിങ്ങളുമായി അത്രത്തോളം 2 ദിവസത്തെ 2 സമയത്തെ പരിപാടികളിൽ വളരെ അഗാധമായി നമ്മൾ തമ്മിൽ ആത്മാവിന്റെ ഒരു ആത്മീയമായ പരസ്പരം ആത്മാക്കൾ തമ്മിലുള്ള റൂഹുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മളെ ഇതുപോലെ നിങ്ങളുടെ ബന്ധുക്കളോടൊപ്പവും എന്റെ ബന്ധുക്കളോടൊപ്പവും നമുക്ക് നാളെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നതിന് അള്ളാഹു ഈ 2 ദിവസത്തെ പരിപാടി ഒരു കാരണമാക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ്, നാളെ ഇത്ര വൈകില്ല എന്ന് സംഘാടകർക്ക് വേണ്ടി ഞാൻ ആമുഖമായി തന്നെ നിങ്ങളോട് പറയുകയാണ്. ഈ സംഘാടകരെന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവരോടൊരു ആശങ്ക അറിയിച്ചിരുന്നു. കാരണം മാർച്ച് മാസമാണ്, എക്സാമുകളുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എത്രത്തോളം ഒരു വലിയ വൻ വിജയമായി മാറുമെന്ന് എനിക്ക് ആശങ്കയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, പ്രശ്നമില്ല, ബൈക്ക് പെർമിഷനൊക്കെ ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾ 2 ദിവസം വരണമെന്ന് അറിയിക്കുകയും അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മുന്നിലെത്തി. ഈ 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയുന്ന വിഷയം എനിക്ക് പറയുവാനും നിങ്ങൾക്ക് കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ദുആരക്കുകയാണ്. സഹോദരങ്ങളെ, പുറത്തൊക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ, ആ വാഹനങ്ങളിലൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങൾ, ഈ അനുഗ്രഹീതമായ വിജ്ഞാന തീരത്ത് വന്നണഞ്ഞാൽ വളരെ സന്തോഷമാകും. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ നിറഞ്ഞിരിക്കുന്ന സഹാബത്തിനോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സദസ്സിൽ ഒരു 3 പേര് കടന്നു വന്നു. ആ 3 പേര് നബി തങ്ങളുടെ സദസ്സിലോട്ട് കടന്നു വന്നു. ആ സദസ്സിൽ ഒരു ചെറിയ ഇരിപ്പിടം കണ്ടപ്പോൾ അതിൽ ഒരാൾ വന്ന ഇരിപ്പിടത്തിലിരുന്നു. രണ്ടാമത്തെയാള് കയ്യും കെട്ടി പുറകിലോട്ട് മാറി നിന്നു. മൂന്നാമത്തെയാള് ഇത് 2 പേരും എടുത്ത സമീപനത്തിന് വിരുദ്ധമായി അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് തിരിച്ചുപോയി. ഇത് കണ്ട് ഹബീബായ നബി തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയ സഹാബാക്കളോട് പറഞ്ഞത്, ഈ 3 പേരെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഒന്നാമത്തെയാള് അഥവാ ഒരു ചെറിയ സൗകര്യം കണ്ടപ്പോൾ ആ ഇരിപ്പിടത്തിൽ വന്ന് ആ സദസ്സിനോടുള്ള നീതി പൂർത്തീകരിച്ച ആ മനുഷ്യനെ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചവനാണ്. അള്ളാഹു അവന് അഭയം കൊടുത്തിരിക്കുകയാണ്. അള്ളാഹു അവന് എല്ലാ തണലും കൊടുത്തിരിക്കുകയാണ്. എന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ഈ കസേരകളിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെയാള് ഒരു ചെറിയ സൗകര്യം കിട്ടിയിട്ട് പോലും ഫ്രണ്ടിൽ വന്നിരിക്കാതെ പുറകിലേക്ക് മാറി കൈകെട്ടി നിന്നയാളിനെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അവന് പടച്ചവനോട് ലജ്ജയാണ്, അതുകൊണ്ട് തന്നെ അവന്റെ വിഷയങ്ങളിലും അള്ളാഹു ലജ്ജിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടി അങ്ങനെ ഒരു ഹതഭാഗ്യരായി നിങ്ങൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഇരിപ്പിടത്തിൽ നിങ്ങൾ വന്നിരിക്കുക. മൂന്നാമത്തെ ആ ആളിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹുവിനെ അവൻ ഒഴിവാക്കി, അതുകൊണ്ട് തന്നെ അവനെയും അള്ളാഹു ഒഴിവാക്കിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളും ഞാനുമൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ
ഒരു മിനി സ്വർഗത്തിലാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ഒരു തോട്ടം എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ച ഈ പുണ്യമണ്ണിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിന്ന് ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമ്മുടെ ഒരുമിച്ച് കൂടലൊക്കെ ഒരു ഫലപ്രദമായി അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയം ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ്. ഒരാളും പിന്നിലോട്ട് യാത്ര ചെയ്യാറില്ല. ആരും പിന്നിലോട്ട് സഞ്ചരിക്കാറില്ല. എല്ലാവരും മുന്നോട്ടാണ് കാൽപ്പാടുകൾ വെച്ച് പാദങ്ങൾ വെച്ച് മുന്നോട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും പിന്നിലോട്ട് തിരിഞ്ഞു നടക്കാറില്ല. സഹോദരങ്ങളെ, നമ്മളെ വാഹനം ഓടിക്കുന്നവരാണ്. വാഹനം ഓടിച്ച് മുന്നോട്ടാണ് പോകുന്നത്. നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് ഒരിക്കലും പിന്നിലോട്ട് യാത്ര ചെയ്യാറില്ല. ഇനി അഥവാ നമ്മൾ പിന്നിലോട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മൾ വാഹനത്തെ പുറകിലോട്ട് എടുത്താൽ അത് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് ഒരു സൗകര്യമായി, ഒരു സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പിന്നോട്ട് അല്പം വണ്ടി എടുക്കുക, റിവേഴ്സ് ഗിയർ ഇടുന്നത്. അങ്ങനെയാണ് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് ഒരു തടസ്സമില്ലാതെ മുന്നിൽ ഏതെങ്കിലും വാഹനം കിടക്കുകയോ അതല്ലെങ്കിൽ മുന്നോട്ട് വണ്ടി എടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ വാഹനം പിന്നിലോട്ട് എടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുന്നോട്ടാണ് ചിന്തിക്കേണ്ടത്, കഴിഞ്ഞു പോയതിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. അതാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. മഹാനായ ഈസാ നബിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ സമയം 3 അത് ഒന്ന് കഴിഞ്ഞു പോയതാണ്, ഇനി വിലപിച്ചിട്ട് കാര്യമില്ല. മറ്റൊന്ന് വരാനിരിക്കുന്നതാണ്, എത്തിച്ചേരാൻ കഴിയുമെന്ന് നിനക്ക് ഉറപ്പില്ല. മൂന്നാമത്തേത് നീ നിലകൊള്ളുന്ന സമയമാണ്, ആ സമയം നീ ഫലപ്രദമാക്കണമെന്ന് ഈസാ നബി പറഞ്ഞതുപോലെ നമ്മളൊക്കെ പിന്നിലോട്ട് യാത്ര ചെയ്യുന്നവരല്ല, മുന്നോട്ട് യാത്ര ചെയ്യേണ്ടവരാണ്. പക്ഷേ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു വളരെ എളുപ്പമായി നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് ആവശ്യമായ പ്രചോദനങ്ങൾ പിന്നിലൂടെ സഞ്ചരിച്ചു പോയ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവ്വസൂരികളായ മഹാരഥന്മാരുടെ ഇവിടെ പരാമർശിച്ചല്ലോ. ആദരണീയനായ ശംസുൽ ഉലമ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഏറെ ആദരിച്ച ഒരു മഹാനാണ്. ആ മഹാന്റെ ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളവരാണ്, ഒരുപാട് നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. നാളെ അവിടത്തെ കൈപിടിച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തിലൂടെ കടന്നു പോകാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാസുരമാക്കാൻ ഇന്നലത്തെ ചരിത്രം പഠിച്ച് ഇന്നത്തെ ജീവിതത്തെ ധന്യമാക്കുമ്പോഴാണ് നാളത്തെ ജീവിതം ഏറെ ധന്യമാവുക. അതുകൊണ്ട് കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിന്ന് ഒരു മഹാന്റെ ചരിത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ, സഹോദരിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാകണം. പ്രസംഗങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാകണം സഹോദരങ്ങളെ. അല്ലാഹു അതിനെ കബൂൽ ചെയ്യട്ടെ. പ്രസംഗിക്കാൻ ആളുകൾ ധാരാളമുണ്ട്, പ്രസംഗിപ്പിക്കാനും ആളുകൾ ധാരാളമുണ്ട്, കേൾക്കാനും ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് അമല് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിനോട് നീതി പുലർത്താൻ കഴിയുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു, വിശുദ്ധമായ ഉംറ ചെയ്തവർക്കും വിശുദ്ധമായ ഹജ്ജിന് പോകുന്നവർക്കൊക്കെ അറിയാം, ഇവിടുന്ന് നമ്മൾ ഇഹ്റാം കെട്ടിപ്പോയാൽ രണ്ടാമതൊരു ഉംറ കൂടി നിർവഹിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ നമ്മളൊക്കെ പോകാറുള്ളത് മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന തൻഈമിലെ ഒരു പള്ളിയിലാണ്. ഐഷ പള്ളി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ തൻഈമിലെ മസ്ജിദ് ആയിഷയിൽ ചെന്ന് ഇഹ്റാം കെട്ടിയിട്ടാണ് നമ്മൾ അനുഗ്രഹീതമായ ഹറമിലേക്ക് വീണ്ടും വിശുദ്ധമായ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി വരുന്നത്. ആ തൻഈം എന്ന് പറയുന്ന പള്ളി നിലകൊള്ളുന്ന, മസ്ജിദ് ആയിഷ എന്ന പള്ളി നിലകൊള്ളുന്ന തൻഈമില് ഒരു വലിയ ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. അത് വേറെ ഒന്നുമല്ല, മഹാനായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു എന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഒരു സഹാബിയായിരുന്ന, ഏറ്റവും നല്ല ഇൽമുണ്ടായിരുന്ന, വിശുദ്ധമായ ഖുർആൻ നല്ല നിലയിൽ പഠിച്ച് നല്ല പ്രസംഗിക്കാൻ പാഠവുമുണ്ടായിരുന്ന ഒരു സഹാബിയെ ക്രൂരമായി മഹാനായ ഖുബൈബ് ബിൻ അദി എന്ന് പറയുന്ന സഹാബിയെ തൂക്കിക്കൊന്ന സ്ഥലമാണ് ആ തൻഈമിലെ മസ്ജിദ് ആയിഷ എന്ന പള്ളി നിലകൊള്ളുന്ന സ്ഥലം. സഹോദരങ്ങളെ,
ആ സ്ഥലത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് നിന്ന ആയിരക്കണക്കിന് ആളുകൾ അവരെല്ലാവരും ആ ചരിത്രം മറന്നുപോയി. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം മറന്നുപോയി. പക്ഷേ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരാളുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ മനസ്സിൽ നിന്ന് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു എന്ന ആ വലിയ ഒരു മനുഷ്യന്റെ ക്രൂരമായ കൊലപാതകം, ആ മനുഷ്യനെ തൂക്കിക്കൊല്ലുന്നത് നേരിട്ട് കണ്ടത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു എന്ന നമ്മുടെ സഹാബാക്കളിൽ പ്രമുഖനായ ഒരു സഹാബിയുടെ ജീവിതത്തിലെ 2-3 അനുഭവങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുന്നത്. നേരം 10:15 12 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നീട്ടിക്കൊണ്ട് ഞാൻ പോകില്ല. ഇന്ന് ഉദ്ഘാടന ദിവസമൊക്കെയാണ്. അതുപോലെ തന്നെ 4 ഭാഗങ്ങളിലും ദിക്റിന്റെയും സ്വലാത്തിന്റെയും അതുപോലെ തന്നെ പല പരിപാടികളും പല സ്ഥലങ്ങളിലൊക്കെ നടക്കുകയാണ്. നാളെ അതൊന്നും ഉണ്ടാവൂല. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ 2ാമത്തെ ദിവസവും അതുപോലെ തന്നെ സമാപനവുമാണ്. നമുക്ക് ഭംഗിയായി നാളെ ദുആ ചെയ്തൊക്കെ വേണം നമുക്ക് സന്തോഷത്തോടെ പിരിയാൻ. കാരണം ഇനിയൊരു വേള നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മധീരനായ ഒരു പണ്ഡിതൻ അബ്ദുസ്സലാം ദാരിമി, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ മഹാനുഭാവൻ ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി 3-ാം തീയതി ഈ വിനീതനും 4-ാം തീയതി അബ്ദുസ്സലാം ദാരിമി മഞ്ഞപ്പറ്റ എന്ന സമസ്തയുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയുടെ ഒരു വലിയ പ്രവർത്തകനായിരുന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഫ്ലക്സും ഇന്നും എന്റെ പേജില് അതുപോലെ തന്നെ എന്റെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് വിശുദ്ധമായ ഹറമിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് നോട്ടീസിൽ ഇപ്പോഴും ഉണ്ട്. ഏപ്രിൽ മാസം 4-ാം തീയതി പ്രസംഗിക്കേണ്ട ആ പണ്ഡിതൻ സഹോദരങ്ങളെ ഇന്ന് റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. നമ്മളൊക്കെ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഭംഗിയായി ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ഖുബൈബ് ബിൻ അദി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുന്നത് കണ്ടപ്പോ അതിനെതിരെ പ്രതികരിക്കാൻ അവിടെയുള്ള ഒരു മനുഷ്യൻ തയ്യാറാകാതെ വന്നപ്പോൾ അന്ന് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു മഹാനായ സഈദ് ബിൻ ആമിർ. അന്ന് മുശ്രിക്കായിരുന്നു, അന്ന് മക്കക്കാരോടൊപ്പമായിരുന്നു, അന്ന് കുഫാറുകളുടെ കൂട്ടത്തിലായിരുന്നു. ആ സമയത്താണ് മദീനയിൽ നിന്ന് വളരെ തന്ത്രപരമായി ഖുബൈബ് ബിൻ അദി എന്ന സഹാബിയെ കൊണ്ടുവന്ന് ഈ തൻഈമിൽ വെച്ച് തൂക്കിക്കൊല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോ സഹോദരങ്ങളെ, എല്ലാവരുടെ മനസ്സിൽ നിന്ന് ആ മനുഷ്യന്റെ ചിത്രം മറഞ്ഞു പോയപ്പോഴും സഈദ് ബിൻ ആമിർ എന്ന ഈ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. ആ ഒരു കൊലപാതകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനോട് ഇഷ്ടമുണ്ടാവുകയും അള്ളാഹുവിന്റെ റസൂലിനോട് അദമ്യമായി അനുരാഗം അകതാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ടറപ്പിക്കുകയും ചെയ്ത മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ പരസ്യമായിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വന്നു. എന്നിട്ട് വലിയ പർവ്വതത്തിന്റെ മുകളിൽ കേൾന്നുകൊണ്ട് വെല്ലുവിളിച്ചു. ആരാണ് തടുക്കാൻ, ആരാണ് എതിർക്കാൻ, ആരാണ് തന്റെ ഇടമുള്ളവന്? ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഭാര്യമാര് വിധവയാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ആരുടെയെങ്കിലും മക്കൾ അനാഥരാകണമെന്ന് കൊതിക്കുന്നെങ്കിൽ എന്റെ മുന്നിൽ കടന്നു വരട്ടെ. ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. ഞാൻ ഇസ്ലാമികമായി ജീവിക്കാൻ തീരുമാനിച്ച്, എന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കാൻ തീരുമാനിച്ച്, അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിച്ചുകൊണ്ട് മദീന എന്ന് പറയുന്ന എന്റെ പുണ്യ പ്രവാചകന്റെ നാട്ടിലേക്ക് ഞാൻ യാത്ര പോവുകയാണ് എന്ന് പരസ്യമായിട്ട് മക്ക കുഫാറുകളുടെ മുമ്പിൽ തന്റെ ഇടത്തോടെ ചെങ്കൂട്ടത്തോടെ ആണത്തോടെ വെല്ലുവിളിച്ച് പരസ്യമായിട്ട് ഒരു മനുഷ്യൻ പോലും എതിരിടാൻ തയ്യാറാകാത്ത വണ്ണം അവിടെ നിന്ന് പരസ്യമായിട്ട് ഹിജ്റ പോയി. അവസാനം മദീനയിലെത്തി. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പരിശുദ്ധമായ മദീനത്തുൻ നബവിയിലെ അന്തേവാസിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലും മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു എല്ലാവരുടെയും പ്രിയക്കാരനായി, എല്ലാവരുടെയും ഇഷ്ടക്കാരനായി, എല്ലാവരാലും
ആദരിക്കപ്പെടുന്ന വ്യക്തിയായി. എന്തിനേറെ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ ഭരണാധികാരിയായിരുന്നപ്പോൾ ഒരു ഭൗതിക സാമ്രാജ്യത്തിന്റെയും രണ്ട് ആത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപനായിരുന്ന മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിന് ഒരു മുശാവറ നടത്തുന്നത്, ഒരു ഡിസ്കസ് ചെയ്യുന്നത്, കൂടിയാലോചന നടത്തുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ സഈദ് ഇബ്നുൽ ആമിർ എന്ന സഹാബിയോടായിരുന്നു. അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു സഈദ് ഇബ്നുൽ ആമിർ. നിങ്ങൾക്കറിയില്ലേ, ഒരു ഭരണാധികാരി ഒരു തീരുമാനമെടുക്കുമ്പോ അത് ഭരണീയനായ മറ്റൊരു വ്യക്തിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഉമർ അൽ ഫാറൂഖ് തങ്ങളെ ധീരനാണ്. ആ തങ്ങൾ എന്ത് നിലപാടെടുത്താലും ആദ്യം വിളിച്ചിട്ട് ചോദിക്കും സഈദ് ഇബ്നുൽ ആമിറിനോട്, ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പോവാണ്, തീരുമാനം എടുക്കാൻ പോവുകയാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ എല്ലാവരും ആദരിക്കപ്പെടുന്ന സഈദ് ഇബ്നുൽ ആമിർ എന്ന് പറയുന്ന സഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അവരുടെ ഭരണകൂടം എന്ത് തീരുമാനമെടുത്താലും മുശാവറ നടത്തുന്ന, ഡിസ്കസ് ചെയ്യുന്ന, കൂടിയാലോചന നടത്തുന്ന, എല്ലാവരും ആദരിക്കപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന വ്യക്തിയായി സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ എല്ലാവരും ആദരിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ അനുഗ്രഹീതമായ വേദി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, ചെറുപ്പക്കാരോട്, പിതാക്കന്മാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ദിവസം പറഞ്ഞ 4 ഉപദേശങ്ങളാണ്. അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണേ. ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഏറ്റവും നല്ലവനായി മാറാൻ, ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറാൻ ഈ 4 ഉപദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ വൈകിവേളയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, ഇന്നിവിടെ പറയുന്ന 4 ഉപദേശങ്ങളുണ്ടല്ലോ. സയ്യിദുനാ സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു ലോകം മുഴുവനും ഭയപ്പെടുന്ന, ലോകം മുഴുവനും ഭയപ്പെട്ടിരുന്ന, കിസ്റ പോലും പേടിച്ചിരുന്ന, കൈസർ പോലും പേടിച്ചിരുന്ന എന്തിനേറെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഉമറേ, നീ വരുന്ന വഴിയോരത്ത് ശൈത്താൻ എങ്ങാണ് കടന്നു വന്ന, ശൈത്താൻ വരുന്ന വഴിയിലൂടെ നീ എന്നാണ് കാലെടുത്തു വെച്ച, നിന്റെ പാദസ്പർശനം മനസ്സിലാക്കിയ ശൈത്താൻ അവിടെ നിന്ന് മാറിപ്പോകുമെന്ന് ശൈത്താൻ പോലും ഭയപ്പെട്ടു പോകുന്ന ഒരേ ഒരു മനുഷ്യനാരാ? ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഉമർ അൽ ഫാറൂഖ് മാത്രമാണെങ്കിൽ ഉമറിന് പകരം ഉമറല്ലാതെ വേറെ ആരുമില്ല. ഉമറിന് പകരം ഉമറല്ലാതെ വേറെ ആരുമില്ല. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു നിർത്തിയിട്ട്, അമീറുൽ മുഅ്മിനീനായ ഉമർ അൽ ഫാറൂഖിനെ പിടിച്ചു നിർത്തിയിട്ട് സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത 4 ഉപദേശങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 1 മണിക്കൂർ കൊണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉപദേശങ്ങൾ 4 കേട്ടിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം കൂടി മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് പിരിയാ. ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങളെ. 1000 വട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പറയുന്ന 4 ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായ നിങ്ങളെ പോലെ ഈ മണ്ണിലെ വേറെ സുത്യർഹരായി മറ്റൊരാൾ ഉണ്ടാവുകയില്ല. ഈ നാട്ടിൽ നിങ്ങളോളം വലിയ ഒരാൾ വേറെ വരാറില്ല. 4 ഉപദേശങ്ങൾ അർത്ഥഗർഭമാണ്. 4 ഉപദേശങ്ങൾ എന്റെ സഹോദരങ്ങളെ വളരെ വലിയ ഉപദേശമാണ്. സഈദ് ഇബ്നുൽ ആമിർ തങ്ങൾ കൊടുത്ത ഉപദേശം ഏതാണ് 4 ഉപദേശങ്ങൾ എന്നറിയോ? അക്കമിട്ടെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു 1ാമത്തെ ഉപദേശം കൊടുക്കുകയാണ്, അല്ലയോ ഉമർ തങ്ങളെ, നിങ്ങളെ ജനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ ഉമറേ. ജനങ്ങളെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ ഉമർ. സഹോദരങ്ങളെ, നിസാരമായ ഉപദേശമല്ല, എത്ര വലിയ ഉപദേശമാണ് സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു അൻഹു കൊടുത്തത്. സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത ഉപദേശത്തിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് 1ാമത്തെ ഉപദേശം എന്നറിയോ? ജനങ്ങളെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ ഉമർ. സഹോദരങ്ങളെ, ആ ഉപദേശം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? മംഗലാപുരത്ത് ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ
സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, കർണാടകത്തിലെ എന്റെ പ്രിയപ്പെട്ട ദീനീ ബോധമുള്ള ദീനിനെ സ്നേഹിക്കുന്ന സാദാത്യങ്ങളെ ബഹുമാനിക്കുന്ന ഉലമാക്കളെ സ്നേഹിക്കുന്ന അള്ളാന്റെ ദീനിന്റെ കാവൽഭടന്മാരായ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, പടച്ചവന്റെ വിഷയത്തിൽ നമ്മൾ അള്ളാനെ സൂക്ഷിക്കുന്നവരാ, അള്ളാന്റെ വിഷയത്തിൽ നമ്മൾ അള്ളാനെ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ജനങ്ങളുടെ വിഷയത്തിൽ നമ്മൾ അള്ളാനെ സൂക്ഷിക്കുന്നില്ല. അള്ളാന്റെ ജനങ്ങളുടെ വിഷയത്തിൽ പടച്ചതമ്പുരാനെ നമ്മൾ സൂക്ഷിക്കുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ. ഒന്നാമത്തെ ഉപദേശം സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു കൊടുക്കുമ്പോ ജനങ്ങളെ വിഷയത്തിൽ അള്ളാനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ നിസാരമായി കാണണ്ട. കള്ളു കുടിക്കാത്തവരാണ് ഞാനും നിങ്ങളും, പേടിയുള്ളവരാണ്. ഒരു തുള്ളി കള്ള് എന്റെ തൊണ്ടക്കുഴിലേക്ക് കടന്നുപോയ നാളെ പരലോകത്ത് എന്റെ ഹബീബിന്റെ തിരുദർശനം എനിക്ക് ശുദ്ധമാക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ റസൂലുള്ള നിരോധിച്ച കള്ളനുക്ക് വേണ്ട, എന്റെ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കള്ളനുക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കള്ളു കുടിക്കാത്തവരാണ്. കാരണം അല്ലാഹനെ പേടിക്കുന്നവരാണ്, പലിശ വാങ്ങാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്. സഹോദരങ്ങളെ, പരലോകത്തെ പേടിയാണ്, പടച്ചതമ്പുരാനെ ഭയമാണ്. അല്ലാഹന്റെ കോടതിയിലെ കടന്നു ചെല്ലുമ്പോ, അല്ലാഹന്റെ കോടതിയിലെ കടന്നു ചെല്ലുമ്പോ പടച്ചവനെ നിന്റെ മുന്നിൽ എങ്ങനാ നിൽക്കുക എന്ന പേടിയോട്, അല്ലാഹന്റെ മുമ്പിൽ എങ്ങനാണ് നിൽക്കുക എന്ന പേടിയോട് സഹോദരങ്ങളെ, 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുടങ്ങുമ്പോ പരിശുദ്ധമായ പള്ളിയിൽ ചെന്ന് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, നേരം വെളുക്കുന്ന റജബ് മാസം 1-ാം തീയതിയാണ്. റജബ് മാസം 1-ാം തീയതിയാണ് സഹോദരങ്ങളെ കടന്നു വരുന്നത്. ഇനി 60 ദിവസങ്ങൾ കഴിഞ്ഞു പോയാൽ 61-ാമത്തെ ദിവസം നമ്മുടെ മുന്നിലോട്ട് കടന്നു വരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനാണ്. 2 മാസങ്ങൾ കടന്നുപോയാൽ സഹോദരങ്ങളെ, 2 മാസങ്ങൾ കടന്നുപോയാൽ ആ മാസങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരികയാണ്. ആ പുണ്യ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവരാണ് പേടിക്കുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, ആരോഗ്യം വന്നിട്ട് റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിന്റെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് പടച്ചവനെ വന്നു നിൽക്കുക? എങ്ങനെയാണ് എനിക്ക് നിൽക്കാൻ കഴിയുക? ഈ ഒരു പേടിയോടെ റമളാൻ മാസത്തിന്റെ വ്രതാനുഷ്ഠാനം കൃത്യമായി നിർവഹിക്കുന്ന ചെറുപ്പക്കാരാ, അതുപോലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചവരാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ ഉംറ നിർവഹിച്ചവരാ. സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോ 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ മുസ്ലിം പെങ്ങളെ, മുസ്ലിം പിതാവേ, നിങ്ങൾ അല്ലാഹുവിന്റെ വിഷയത്തിൽ പടച്ചവനെ സൂക്ഷിക്കുന്നവരാ. ഇതിലൊന്നും ആരെ കുറവ് വരുത്തുന്നവരല്ല. പള്ളിയിലെ ബാങ്ക് കേട്ടാൽ ആ സമയം തന്നെ പള്ളിയിലെത്തുന്നവരാ. റമളാനിന്റെ പിറകാണുമ്പോ നോമ്പ് പിടിക്കുന്നവരാ. പാവപ്പെട്ടവന് സക്കാത്ത് കൊടുക്കുന്നവനാ. പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവനാണ്. പക്ഷേ കള്ളിന്നേവരെ കുടിച്ചിട്ടില്ല, പെണ്ണിന്നേവരെ പിടിച്ചിട്ടില്ല, പലിശയിന്നേവരെ വാങ്ങിയിട്ടില്ല. അതിലൊക്കെ സൂക്ഷ്മത കാണിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് സഹോദരങ്ങളെ, തന്റെ കൂടപ്പുറപ്പിന്റെ പേരിൽ ഫസാദ് പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? പരദൂഷണം പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ സഹോദരങ്ങളോട് അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, നമസ്കാരം നിർവഹിക്കാൻ സാധിച്ചില്ല, നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല, ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല, ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല, സഹോദരങ്ങളെ സക്കാത്ത് കൊടുത്തിട്ടില്ല, അല്ലാഹു നിർബന്ധമാക്കി ഒരു കർത്തവ്യങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടില്ല. ഒരു വേള പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവേ മാപ്പ് തരണം പടച്ചവനെ, മാപ്പ് തരണം അല്ലാ. ആരോഗ്യമുണ്ടാകിട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല, സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലാഹുവേ മാപ്പ് തരണം പടച്ചവനെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്താൽ, ഇന്നലെ വരെ കള്ള് കുടിച്ചവനാണ്, പെണ്ണ് പിടിച്ചവനാണ്, പലിശ വാങ്ങിയവനാണ്, അവൻ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ കള്ള് കുടിച്ചുപോയി, പെണ്ണ് പിടിച്ചുപോയി, പലിശ വാങ്ങിപ്പോയി, അല്ലാ നീ മാപ്പാക്കണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് കൈനീട്ടി ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരും, സംശയം വേണ്ട. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തുതന്നു നമ്മുടെ അല്ലാഹു പരലോകത്ത് ഉന്നതമായ പദവിതര സംശയമില്ല. ഇന്നലെ വരെ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ല പുറത്തു തരുന്നതിൽ യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ. പക്ഷേ സ്വന്തം സഹോദരനെ ഒരു പരദൂഷണം പറഞ്ഞവനാണ്, അയൽക്കാരനെ ബുദ്ധിമുട്ടിച്ചവനാണ്,
കള്ളത്തരത്തിന് കൂട്ടുനിന്നവനാണ്, മോശമായി സുഹൃത്തിനെ സംസാരിച്ചവന്റെ മനസ്സിനകത്ത് വ്രണപ്പെടുത്തിയവനാ, ശാരീരികമായി അവനെ ഉപദ്രവിച്ചവനാ, മനസ്സുകൊണ്ട് അവനെ വെറുത്തവനാ. ഏതെങ്കിലും ഒരു സഹോദരനും മനസ്സിനകത്തൊരു വേദന വന്നു പോയാ സഹോദരങ്ങളെ, കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞാൽ ആ മതാബിലൂടെ തവാഫ് ചെയ്ത് നിങ്ങൾ നടന്ന് റബ്ബിനോട് കൈനീട്ടി ദുആ ചെയ്താൽ, മസ്അയിലൂടെ നടന്നുകൊണ്ട് സഈ ചെയ്തുകൊണ്ട് സഫാ കുന്നിന്റെ മർവാ കുന്നിന്റെ ഇടയിലൂടെ അല്ലാഹുവേ പടച്ചവനെ നീ പുറത്തു തരണമെന്ന് ദുആ ചെയ്ത് നടന്നാൽ, സഹോദരങ്ങളെ, കൂടപ്പുറപ്പിനെ വേദനിപ്പിച്ചവന്, തന്റെ സഹോദരനെ നൊമ്പരപ്പെടുത്തിയവൻ, അവന്റെ മനസ്സിനകത്ത് മുറിവുണ്ടാക്കിയവന് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞാലും റൗളാ ശരീഫിന്റെ മുമ്പിൽ ചെന്നിരുന്നാലും സഹോദരങ്ങളെ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഏതുവരെയും അറിയോ? അവൻ ആരെ പറ്റിയാണോ ഫസാദ് പറഞ്ഞത്, അവൻ ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത്, അവൻ ആരുടെ മനസ്സിനെയാണോ വ്രണപ്പെടുത്തിയത്, അവൻ ആരെയാണോ ശാരീരികമായി ഉപദ്രവിച്ചത്, ആ ഉപദ്രവിച്ചവനെ, ആ മനസ്സ് വേദനിപ്പിച്ചവന്റെ മുമ്പിൽ ചെന്ന് പൊരുത്തം ചോദിക്കാതെ സഹോദരങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തു തരില്ല എന്നാണ് ചിന്തിക്കുന്നുണ്ടോ? ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? 90 വയസ്സ് വരെ ജീവിച്ച ഉപ്പാ, നിന്റെ 15 വർഷം മാറ്റിവെച്ചാൽ, പ്രായപൂർത്തിയുടെ പ്രായം മാറ്റിവെച്ചാൽ, നിന്റെ 75 വർഷത്തെ ജീവിതത്തിൽ നീ ഒരു സുജൂദ് പോലും ചെയ്യാത്തവനാണ്, ഒരു നോമ്പ് പോലും പിടിക്കാത്തവനാണ്. സഹോദരങ്ങളെ, 91ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. മരണപ്പെടുന്നതിന്റെ തലേ ദിവസം 2 കരങ്ങൾ നീട്ടിയിട്ട് ചോദിക്കുകയാണ്, അല്ലാഹ് ഇന്നേ വരെ ഞാൻ 75 വർഷമായി സുജൂദ് ചെയ്തിട്ടില്ല, 75 വർഷമായി ഞാനൊരു നോമ്പ് പിടിച്ചിട്ടില്ല, അല്ലാഹുവേ സക്കാത്ത് കൊടുത്തിട്ടില്ല, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടില്ല, പടച്ചവനെ ഞാനൊരു സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല, ഒരു മജ്ലിസിൽ പങ്കെടുത്തിട്ടില്ല, ഒരു വഅലിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടില്ല. നാദാ അബദ്ധമായി പോയി, മാപ്പ് തരണമല്ല എന്ന് ചോദിച്ചല്ല പുറത്തു നിന്ന് 91ാമത്തെ വയസ്സില് നീ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയതിന്റെ പിറ്റേ ദിവസം മരണപ്പെട്ടു പോയാ പൊന്നുമോനെ, നിനക്ക് രക്ഷയുണ്ട്, അല്ലാഹു നിനക്ക് പുറത്തു തരും, ഒരു സംശയം വേണ്ട. 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു, 75 വർഷക്കാലം പ്രായപൂർത്തിയുടെ 15 വയസ്സ് മാറ്റിവെച്ചാൽ 75 വർഷക്കാലം നീ സന്തോഷത്തോടെ ജീവിച്ചവനാണ്, നീ ഇബാദത്തെടുത്തവനാണ്, ഒരു വഖത്ത് ഖളാക്കിയിട്ടില്ല, ഒരു നോമ്പ് നീ വിട്ടിട്ടില്ല, ഒരു സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല, എല്ലാ കൃത്യമായി ചെയ്ത പ്രിയപ്പെട്ട പിതാവാണ്. പക്ഷേ ആ കാലമത്രയും സഹോദരങ്ങളെ ഇബാദത്തെടുത്തു. 90ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ തലേ ദിവസം തന്റെ കൂടപ്പിറപ്പിനെ വേദനിപ്പിച്ചു, ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ചു, ഒരു വാക്കുകൊണ്ട് വിഷമിപ്പിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയി പിറ്റെന്ന് മരണപ്പെട്ടു പോയാ ആ മനുഷ്യന്റെ 75 വർഷത്തെ അമല് കൊണ്ട് അവന് സ്വർഗം ലഭിക്കില്ല. ഒരു വാക്കുകൊണ്ട് കൂടപ്പിറപ്പിനെ വേദനിപ്പിച്ചവന് പുറത്തു തരാത്തിടത്തോളം കാലം സഹോദരങ്ങളെ നരകമാണ് അവനല്ല കൊടുക്കുക, നരകമാണ് പടച്ചതമ്പുരാൻ കൊടുക്കുക, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുന്നു, തങ്ങളെ ജനങ്ങളെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ ഉമറേ. സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കേണ്ടത് പടച്ചവനെയാണ്. ഏത് വിഷയത്തില് അല്ലാഹയോട് നമുക്ക് എന്തെങ്കിലും ഒരു കടപ്പാടിൽ കുറവന്നു പോയാൽ, പടച്ചവനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ന്യൂനത സംഭവിച്ചു പോയാ അല്ലാഹ് നമുക്ക് മാപ്പ് തരും, പടച്ചതമ്പുരാൻ നമുക്ക് മാപ്പ് തരും. പക്ഷേ പടപ്പുകളോടുള്ള കടപ്പാടുകളിൽ എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ കണ്ടില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു ന്യൂനത നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാ തീർച്ചയായും അല്ലാഹ് നമുക്ക് മാപ്പ് തരില്ല, അല്ലാഹു നമുക്ക് മാപ്പ് തരില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തോടെ കേട്ടോ. ഒന്നാമത്തെ ഉപദേശമാണ്, സാമൂഹ്യ ജീവിയല്ലേ മനുഷ്യൻ ഒറ്റപ്പെട്ട് കഴിയുന്നവനല്ല, പിന്നെയോ ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നവനാണ്, പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളോട് പോലും വിഷമിക്കുന്ന വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? ലാ തകല്ലമു തഅ്തദിറു ഗദാ. നാളെ ചെന്ന് പൊരുത്തം ചോദിക്കേണ്ട ഒരു വാക്ക് നീ ആരോടും പറയാൻ പാടില്ല. നാളെ ചെന്ന് പൊരുത്തം ചോദിക്കേണ്ട ഒരു വാക്കും നീ ആരോടും പറയാൻ പാടില്ല. സഹോദരങ്ങളെ, ഗൗരവത്തോടെ കാണണേ. സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു അൻഹു കൊടുത്ത ഒന്നാമത്തെ ഉപദേശമാണ്.
അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലം അത്രയും നന്മ ചെയ്തു, നിസ്കാരത്തിന് കുറവൊന്നുമില്ല, നോമ്പിന് കുറവൊന്നുമില്ല, ഇഷ്ടംപോലെ അമല് ചെയ്തു. നമ്മളൊക്കെ അങ്ങനാണല്ലോ. പ്രത്യേകിച്ച് ഈ കർണാടകയിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അള്ളാഹു അനുഗ്രഹിച്ചതാണ്. മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ പ്രകാശം കാണാൻ കഴിയും. തൊപ്പിയുണ്ട്, ദാടിയുണ്ട്, നിസ്കാരത്തഴമ്പുണ്ട്, ഇസ്ലാമിന്റെ വേഷവിധാനമാണ്. ചുരിദാറിട്ട ഒരു പെണ്ണിനെ കർണാടകത്തിലും കാസർഗോഡ് ജില്ലയിലും കാണാൻ കഴിയില്ല. കാരണം എന്താണ്? പർദ്ദ ധരിച്ച് ഇസ്ലാമിക ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നവരാണ്. അള്ളാഹു നിലനിർത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഒരാളുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ, ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ നിന്ന് അമലൊക്കെ ചെയ്ത് ധാരാളം അമലുകളുമായി നാളെ അവിടെ വരും. ബാക്കിയുള്ളവരെ ഫസാദ് പറഞ്ഞു, പരദൂഷണം പറഞ്ഞ്, അവരുടെ മനസ്സ് ബുദ്ധിമുട്ടിച്ച്, അവരെ നടുറോഡിലിട്ട് അവഹേളിച്ച്, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മോശമായ വർത്തമാനങ്ങൾ പറഞ്ഞ്, കമന്റ് ചെയ്ത്, ലൈക്ക് അടിച്ച്, ഷെയർ ചെയ്ത് അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ട് അവിടെ വന്നാൽ അള്ള പുറത്തു തരണമെങ്കിൽ അവൻ പൊറുക്കണം. ആദ്യം അവൻ പൊറുക്കണം. 40 കൊല്ലം കഅബാലയത്തിന്റെ തണലിലിരുന്ന്, കഅബാലയത്തിന്റെ മത്താഫിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താലും അള്ള പുറത്തു തരൂല. നിങ്ങൾ ആരെയാണോ മനസ്സ് വേദനിപ്പിച്ചത് അവൻ പുറത്തു തരാതെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഉപദേശം പഠിച്ചോളി. നമുക്ക് വേണ്ടത് പരലോകമാണ്. തലയിലിരിക്കുന്ന സിംഹാസനം, തലയിരിക്കുന്ന ആ കിരീടം താഴെ വീണു പോകുന്നില്ല. നമ്മൾ ആരെ ഉപദ്രവിക്കണ്ട. ഇന്ന് രാത്രി എന്റെ വഴല് കേൾക്കാൻ വന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി കഴിയുന്നെങ്കിൽ ഇത് ഗൗരവത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം. ആരോടെങ്കിലും പിണങ്ങി കഴിയുന്നെങ്കിൽ ഇന്നത്തെ രാത്രി നിങ്ങൾ ഇൻഷാ അല്ലാഹ് തീരുമാനമെടുത്ത് രാത്രി വീട്ടിൽ ചെന്ന് ഫോൺ ചെയ്ത് പിണക്കം മാറ്റി, അല്ലാതെ നിങ്ങൾ കിടക്കരുത്. ഇല്ലെങ്കിൽ നിങ്ങളെ ഈ രാത്രി ഉറക്കൊഴിയുന്നതിൽ ഒരു ഗുണമില്ല, സുബഹിസ്കരിക്കുന്നതിൽ ഗുണമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണം. ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം കൊടുക്കുകയാണ് സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഉപദേശം ഏതെന്നറിയോ? സയ്യിദ് ഇബ്നു ആമിർ പറയുകയാണ്, ഉമർ തങ്ങളെ, അല്ലാഹുവിന്റെ വിഷയത്തിലെ ജനങ്ങളെ പേടിക്കല്ലേ, അല്ലാഹുവിന്റെ വിഷയത്തിലെ ജനങ്ങളെ ഭയപ്പെടല്ലേ ഉമറേ. അല്ലാഹുവിന്റെ വിശുദ്ധ ദീന് പറയുന്ന വിഷയത്തില്, അല്ലാഹുവിന്റെ ദീനിന്റെ വിളംബരം നടക്കുന്ന വിഷയത്തിൽ, സത്യം തുറന്നു പറയുന്ന വിഷയത്തിൽ ജനങ്ങൾ ആരെയും നീ ഭയപ്പെടേണ്ട ഉമറേ. സഹോദരങ്ങളെ, നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആരെയാണ് പേടിക്കുന്നത്? പടച്ചവനല്ലാതെ വേറെ ആരെയാ പേടിക്കേണ്ടത്? അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ തലകുമ്പിടല്ലേ, അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ കൈനീട്ടല്ലേ. നമ്മൾ പേടിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അവന്റെ ദീന് തുറന്നു പറയുന്നതിന്റെ പേരിൽ ജനങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല ഉമറേ. അല്ലാഹുവിന്റെ വിഷയത്തിൽ ജനങ്ങളെ പേടിക്കണ്ട കേട്ടോ. രണ്ടാമത്തെ ഉപദേശമാണ് സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ കൊടുക്കുന്നത്. എത്രയെത്ര ചരിത്രങ്ങളാ സഹോദരങ്ങളെ നമുക്ക് പറയാറുള്ളത്. എന്തിന് സഹാബത്തിന്റെ കഥ പറയണം? എന്തിന് പ്രവാചകന്മാരുടെ കഥ പറയണം? ശംസുൽ ഉലമയുടെ കഥ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയുമല്ലോ. സത്യം തുറന്നു പറയുന്ന വിഷയത്തിൽ ആരുടെയും മുഖം നോക്കാറില്ല, ആരുടെയും സിമ്പതി പിടിച്ചു പറ്റേണ്ട കാര്യമില്ല, ആരോടും വിധേയത്വമില്ല, ആരോടും കടപ്പാടില്ല. അല്ലാഹുവിന്റെ ദീനിനെ ഉറക്കെ പറയുന്നതിന്റെ വിഷയത്തിൽ ശംസുൽ ഉലമ ആരെയും പേടിച്ചിട്ടില്ല, മഹാന്മാർ ആരെയും പേടിച്ചിട്ടില്ല, സുന്നത്ത് ജമാഅത്തിന്റെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരാരെയും പേടിച്ചിട്ടില്ല, നിലവിലുള്ള പണ്ഡിത നേതൃത്വം ഭയപ്പെടുന്നുമില്ല. സഹോദരങ്ങളെ, എന്തിനാ ഭയപ്പെടുക? നിങ്ങൾക്കറിയില്ലേ, ചില സഹോദരിമാർക്ക് സംശയമുണ്ട്. ഉസ്താദേ, ഭർത്താവ് പറയുന്നു നിങ്ങൾ സിനിമയ്ക്ക് പോകണമെന്ന്, ഭർത്താവ് പറയുന്നു ഔറത്ത് മറക്കണ്ട, പർദ്ദ ഇടണ്ട എന്ന്.
എനിക്ക് പർദ്ദ ഇടാനാണ് താല്പര്യം, എനിക്ക് പർദ്ദ ഇടാനാണ് താല്പര്യം. പക്ഷെ എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല. എന്റെ ഭർത്താവ് പറയുന്നതനുസരിക്കണോ, അതല്ല എന്റെ പടച്ചവൻ പറയുന്നതനുസരിക്കണോ? എന്റെ ഭർത്താവിന്റെ ഇഷ്ടത്തിനൊത്ത് ഞാൻ നിൽക്കണോ, അതല്ല എന്റെ ഹബീബിനെ പഠിപ്പിച്ചത് ഞാൻ ചെയ്യണോ? എന്റെ പൊന്നു പെങ്ങളെ, അല്ലാഹുവിന്റെ വിഷയമാണ് ഔറത്ത് മറക്കേണ്ടത്. ഹബീബ് പഠിപ്പിച്ചതാണ് ഔറത്ത് മറക്കേണ്ടത്. ആ മറക്കുന്ന വിഷയത്തിൽ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യനെ നീ പേടിക്കണ്ട കേട്ടോ. നിന്റെ ഭർത്താവ് ഹറാമുകൾക്ക് നിന്നെ പ്രേരിപ്പിച്ച അതിലൊരിക്കലും നീ അനുസരിക്കേണ്ട കാര്യമില്ല. സഹോദരങ്ങളെ, പലർക്കും അങ്ങനെ സംശയം തോന്നാറുണ്ട്. എന്റെ ഭർത്താവിന് നല്ലതുപോലെ പർദ്ദയിട്ട് ഔറത്ത് മറച്ച് ശരീരം മറച്ച് നടക്കുന്നൊരു ഇഷ്ടമില്ല. മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് എന്റെ ഭർത്താവിന് ഇഷ്ടമുള്ളത്. അങ്ങനെ എത്രയോ സ്ത്രീകളാണ് വിഷമം പറയാറുള്ളത്. ആയിരം വട്ടം ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, സങ്കടപ്പെടണ്ട പെങ്ങളെ, സങ്കടപ്പെടണ്ട. നിങ്ങളാ വിഷയത്തിൽ അള്ളാനെ പേടിച്ചാ മതി, ജനങ്ങളെ പേടിക്കണ്ട. അള്ളാന്റെ വിഷയത്തിൽ നിങ്ങളെ ജനങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാണ്? മാതാപിതാക്കൾ അനുസരിക്കണമെന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാ? നേതൃത്വത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാ? മുതിർന്നവരോട് ബഹുമാനം കാണിക്കണമെന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാ? നിങ്ങൾക്കറിയോ, മദീനയുടെ രാജകുമാരൻ ഒരു സംഘത്തെ അയക്കുകയാ. ആ സംഘത്തിന്റെ തലവനായി അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അമീറായി നിശ്ചയിക്കുകയാ. അമീറായി നിശ്ചയിക്കപ്പെട്ട സഹാബിയോടൊപ്പം നൂറുകണക്കിന് സഹാബത്ത് ഒരു വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് വിളിച്ചു പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ അമീർ ഇന്നയാളാണ്. അമീർ പറയുന്നത് മുഴുവനും നിങ്ങൾ അനുസരിക്കേണ്ടവരാണ്. ബൈഅത്ത് ചെയ്യൂ സഹാബ, നിങ്ങൾ ബൈഅത്ത് ചെയ്യൂ, കരാർ ചെയ്യൂ സഹാബ. സഹാബാക്കളെ കരാർ ചെയ്തു, ഞങ്ങൾ അനുസരിച്ചോളാം, ഞങ്ങൾ അമീർ പറയുന്നത് മുഴുവനും ഞങ്ങൾ അനുസരിച്ചോളാം. അങ്ങനെ കരാർ ചെയ്ത് ബൈഅത്ത് ചെയ്തുകൊണ്ട് വനാന്തരത്തിലൂടെ യാത്ര പോകുമ്പോ ഈ അമീറായി അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചു കൊടുത്ത അൻസാരിയായ സഹാബി അല്പദേശക്കാരനാണ്. ആ സഹാബി പെട്ടെന്ന് ദേഷ്യം വന്നു. കൂടെയുള്ള അണികളോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളോട് റസൂൽ പറഞ്ഞത്? ആ സമയത്ത് അണികളെല്ലാവരും പറഞ്ഞു, ഞങ്ങളോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അങ്ങയെ അനുസരിക്കണമെന്ന. ഏത് വിഷയത്തിൽ അനുസരിക്കണമെന്നാണ്? അങ്ങ് എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്നാണ്. സഹോദരങ്ങളെ, ആ സഹാബി എന്താ ചെയ്തതെന്നറിയോ? അനുയായികളോട് പറഞ്ഞു, വിറക് ശേഖരിക്കുക. ബുഖാരി ഷരീഫിലെ ഹദീസ് നമുക്ക് കാണാം. അങ്ങനെ അനുയായികൾ മുഴുവൻ ആളുകളും വന്ന് വിറക് ശേഖരിക്കുകയാ. വനാന്തരത്തിൽ ആ വിറകിന് തീ കൊളുത്തി. ആ തീ ഇങ്ങനെ ആളിക്കത്തുമ്പോ അമീർ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും തീയിലേക്ക് ചാടുക, നിങ്ങൾ ഓരോരുത്തരും തീയിലേക്ക് ചാടുക. അങ്ങനെ ഓരോരുത്തരും ചാടാൻ വേണ്ടി അമീറിന്റെ കൽപ്പന വന്നു. സഹോദരങ്ങളെ, പല സഹാബാക്കളും ഓടി അടുക്കുകയാണ് തീയുടെ അടുത്തേക്ക്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങളുടെ റസൂല് പറഞ്ഞ, ഞങ്ങളുടെ ഹബീബ് പറഞ്ഞാൽ, കാരുണ്യത്തിന്റെ തിരുദൂതരൊരു പ്രഖ്യാപനം നടത്തിയാൽ, എന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞ, അത് വെള്ളത്തിൽ ചാടി മരിക്കലാണെങ്കിലും ശരി, അത് തീയിൽ ചാടി മരിക്കലാണെങ്കിലും ശരി, എന്റെ റസൂലാണ് പറയുന്നതെങ്കിൽ എനിക്ക് യാതൊരു സംശയം ആ വിഷയത്തിൽ വേണ്ട. എന്റെ ഹബീബ് പറഞ്ഞു അമീറിനെ അനുസരിക്കണമെന്ന്. അമീർ പറഞ്ഞു തീയിൽ ചാടാ, അതുകൊണ്ട് എന്റെ ജീവിതം ഇവിടെ അവസാനിക്കട്ടെ. പല സഹാബാക്കളും ഓടുകയാ. ഓടിച്ചെന്ന് തീയിലേക്ക് ചാടാനൊരുങ്ങുമ്പോ ധീരന്മാരായ ചുറുചുറുപ്പുള്ള കുറെ സഹാബാക്കൾ ഓടി വരികയാ. അവരോടി വന്ന് പാവപ്പെട്ട ഈ ചാടാമെന്ന സഹാബത്തിന്റെ കൈ പിടിച്ചു. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എവിടെയാ ചാടുന്നത്? ഇതേപോലത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലേ മുത്തുനബി നമുക്ക് വന്നത്? ഈ നരകത്തിൽ നിന്ന്, ഈ തീയിൽ നിന്ന്, അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലേ ഹബീബ് നമുക്ക് വന്നത്? ആ ഹബീബ് തീയിൽ ചാടാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ തീയിൽ ചാടാൻ റസൂൽ അനുവാദം തരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ചാടല്ലേ എന്ന് പറഞ്ഞു അവരെ തടഞ്ഞു നിർത്തുമ്പോൾ തീ അണഞ്ഞുപോയി. അമീറിന്റെ ദേഷ്യം അടങ്ങിപ്പോയി. ഈ വിവരം മദീനത്തെ മണവാളൻ അറിയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ലൗ ദഖലൂഹാ മാ ഖറജൂ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ.
സഹാബത്തെ നിങ്ങൾ ആരെങ്കിലും അതിൽ ചാടിയിരുന്നെങ്കിൽ, അമീർ പറയുന്നത് കേട്ട് നിങ്ങൾ ആരെങ്കിലും ആ തീയിൽ ചാടിയിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ ഖിയാമത്ത് നാൾ വരെയും ആ തീയിൽ കിടന്ന് വെന്തരിയുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കാരുണ്യത്തിന്റെ തിരുദൂതർ ഒരു പ്രഖ്യാപനം നടത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രഖ്യാപനം നടത്തി. എന്താണെന്നറിയോ? അത്വാഅതു ഫിൽ മഅറൂഫ്, എല്ലാം നന്മയായ കാര്യങ്ങളിലെ അനുസരിക്കേണ്ടതുള്ളൂ. അനുസരണം മുഴുവനും നന്മയായ കാര്യങ്ങളിലാ. ഭർത്താവ് നിന്നെ വിളിക്കുന്ന നന്മയിലേക്കാണോ? പെങ്ങളെ പോകണം, മടിക്കല്ലേ. നിന്റെ ഭർത്താവ് നിന്നെ ക്ഷണിക്കുന്ന നന്മയിലേക്കാണോ? നീ മടിച്ചു നിൽക്കല്ലേ, നന്മയുടെ ഭാഗം ചേരണേ. അതല്ല തിന്മക്കാണോ നിന്റെ ഭർത്താവ് നിന്നെ ക്ഷണിക്കുന്നത്? പൊന്നുമോളെ പോകല്ലേ, പോകല്ലേ. അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ ജനങ്ങളെ പേടിക്കണ്ട. അതുവഴി നിന്റെ ഭർത്താവിന്റെ ഏതെങ്കിലും ഉത്തരവ് നിനക്ക് സഹിക്കേണ്ടി വന്ന ക്ഷമയോടെ നീ അതങ്ങ് സഹിച്ച മോളെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആസിയാ ബീവിക്ക് കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ മുഹമ്മദുൽ മുസ്തഫ. ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേലെ ക്ഷമിക്കുന്ന ഭാര്യ ആസിയാ ബീവിക്ക് കൊടുക്കുന്ന പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നല്ലേ റസൂല് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ ഏതൊരു കാര്യമെടുക്കുമ്പോൾ നിന്റെ ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അല്ലാഹുവിന് എതിരായ കാര്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ്, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ജനങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. എന്തിന് ജനങ്ങളെ പേടിക്കണം? അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ ജനങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം, പക്ഷെ അള്ളാഹിന്റെ വിഷയത്തിൽ ജനങ്ങളെ പേടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരു കാര്യം നമ്മൾ പേടിക്കണ്ട. സത്യമാണോ നമ്മൾ പറയുന്നത്? നമ്മൾ ധൈര്യമായിട്ട് പറയാ. അതിന്റെ പേരിൽ നമുക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ടായിരുന്നാലും, ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ വെറുതെ അങ്ങ് കടക്കാൻ കഴിയുമോ? അള്ളാഹു ചോദിക്കുക. മനോഹരമായ സ്വർഗത്തിന്റെ സുന്ദരമായ അവസ്ഥകൾ പ്രതിപാദിച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ അള്ളാഹ് ചോദിക്ക, നിങ്ങൾക്ക് വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മുൻഗാമികൾ അനുഭവിച്ച ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടി കിട്ടാതെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? അള്ളാഹ് ചോദിക്കുക. സ്വർഗം കഷ്ടപ്പെടുന്നവനെ അല്ല കൊടുക്കൂ? കഷ്ടപ്പെടാതെ വെറുതെ ഇരിക്കുന്നവനെ അല്ല സ്വർഗം കൊടുക്കൂ? ഒരിക്കലും ഇല്ല. കഷ്ടപ്പെടുന്നവന്, ത്യാഗം ചെയ്യുന്നവൻ അല്ലാഹു സ്വർഗം കൊടുക്കും. നിസ്കരിക്കാൻ വരുമ്പോ ഏറ്റവും നല്ല കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഏത് നിസ്കാരക്കാരനാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബ്അദുഹും മംശാ, ഏറ്റവും ദൂരത്ത് നിന്ന് നടന്നു വരുന്നവനാണ് നിസ്കാരത്തിൽ പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വണ്ടിയിൽ വരുന്നു. നമ്മളൊക്കെ മിമ്പറിനകത്താ വണ്ടി കൊണ്ടുവയ്ക്കുന്നത്, മെഹ്റാബിനകത്ത് സ്ഥലമില്ല. കാരണം എന്താ? അപ്പൊ ഈ മെഹ്റാബിനകത്ത് ഇമാമ് നിൽക്കുകയാണ്, മിമ്പറിലാണ് നമ്മൾ വണ്ടി കൊണ്ട് വെക്കുക. ഒരാള് വാഹനത്തിൽ പള്ളിയിൽ വരുന്നു, ഒരാള് നടന്നു വരുന്നു. രണ്ടുപേരും പള്ളിയിൽ കയറി ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചു. രണ്ടിൽ ആർക്കാ പ്രതിഫലം കൂടുതലുള്ളത്? ആർക്കാ? നടന്നു വന്നവനാണ്. പള്ളിയുടെ തൊട്ടടുത്തുനിന്ന് ഒരാൾ നടന്ന് പള്ളിയിലേക്ക് വന്നു. ഒരുപാട് ദൂരത്ത് നിന്ന് ഒരാൾ പള്ളിയിലേക്ക് നടന്നു വന്നു. ഈ രണ്ടുപേര് നിസ്കരിച്ചു. രണ്ടുപേരിൽ ആർക്കാ പ്രതിഫലം കൂടുതൽ? ദൂരെ നിന്ന് നടന്നു വന്നവരാണ്. ബനൂ സലമക്കാര് മദീനയിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടും മദീനത്തെ പള്ളിയിൽ നിന്ന് വളരെ ദൂരത്ത് താമസിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ബനൂ സലമ. അവര് തീരുമാനമെടുത്തു, പള്ളിയോട് ചേർന്ന് ഇനി അങ്ങ് താമസിച്ചാലോ, പെട്ടെന്ന് പള്ളി കയറാലോ. നമ്മളൊക്കെ പറയുന്നത് എന്താ? അൽഹംദുലില്ലാ, പള്ളിയുടെ അടുത്ത് എനിക്ക് വീട് കിട്ടി, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഭാഗ്യമല്ലടോ, അത് ഭാഗ്യദോഷമാണ്. നമ്മൾ ഇപ്പൊ ഒരു വസ്തു, രണ്ട് വസ്തു കൊടുക്കാൻ കിടക്കുന്നു. ഒന്ന് പള്ളിയുടെ അടുത്ത്, മറ്റൊന്ന് പള്ളിയുടെ ദൂരെ. നമ്മൾ ഏത് വാങ്ങും? അല്പ വില കൂടിയാലും കുഴപ്പമില്ല, പള്ളിയുടെ അടുത്ത് കിടക്കാം, അതല്ലേ സന്തോഷം. അത് ഭാഗ്യദോഷമാണ്, അത് സുന്നത്തിന് വിരുദ്ധമാണ്. ഗൗരവത്തിൽ കണ്ടോളി. ബനൂ സലമക്കാര് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ ദൂരെ നിന്ന് താമസം മാറി പള്ളിയുടെ അടുത്ത് വരാൻ പോവാൻ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അലാ തഹ്തസിബൂന ആസാറക്കും, നിങ്ങൾ വെക്കുന്ന ചുവട്ടടിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ നിങ്ങൾ കാംക്ഷിക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാ അടുത്ത് വരുന്നത്? ദൂരെ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വരുമ്പോ ഓരോ ചുവട്ടടിക്ക് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയല്ലേ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവനെ പ്രതിഫലമുള്ളൂ.
അതുകൊണ്ടാണ് പലിശ അല്ലാഹു ഹറാമാക്കിയത്. കഷ്ടപ്പെട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ മതി, വെറുതെ ഇരുന്ന് കണക്കെഴുതിയിട്ട് പാവപ്പെട്ടവന്റെ ചോരയിൽ നിന്ന് നിങ്ങൾ ഊറ്റി കുടിക്കണ്ട. അതുകൊണ്ടാണ് ലോട്ടറി പാടില്ല എന്ന് പറയുന്നത്. 50 രൂപയ്ക്ക് ഒരെണ്ണം എടുക്കുമ്പോ 50 കോടി ഇങ്ങോട്ട് അടിക്കുകയാണ്. അങ്ങനെ നീ സമ്പാദിക്കണ്ട, നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്താൽ മതി. സഹോദരങ്ങളെ, കഷ്ടപ്പെടുന്നവനെ ഈ ദുനിയാവിലും അതുപോലെ തന്നെ പരലോകത്തും അള്ളാന്റെ മുമ്പിൽ വിലയുള്ളൂ. ഒരു മനുഷ്യൻ വെറുതെ ഇരുന്ന് ആപ്പാട് തിന്നുന്നു, ഒരു മനുഷ്യൻ പുറത്തിറങ്ങി അധ്വാനിച്ച് തിന്നുന്നു. ഇത് രണ്ടു പേരില് 10 വിരൽ അനക്കി 5 വിരൽ വായിലേക്ക് പോയി അവൻ ഉരുട്ടി കഴിക്കുന്ന ഭക്ഷണം അധ്വാനത്തിന്റെ വിയർപ്പിന്റെ മണമുള്ള ഭക്ഷണമാണെങ്കിൽ അതിന് പ്രാധാന്യവും പ്രതിഫലവും അവന്റെ ശരീരത്തിന് കൂടുതൽ എനർജിയും ഉണ്ടാകുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കഷ്ടപ്പെടണം. അതുകൊണ്ട് അള്ളാന്റെ വിഷയത്തിൽ ജനങ്ങളെ പേടിക്കണ്ട. ചിലപ്പോ നമുക്ക് ഭീഷണികൾ ഉണ്ടാവും, നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പദവികൾ നാളെ ഉയരും. അതുകൊണ്ടാണല്ലോ ഇവിടെ കഷ്ടപ്പെടുത്തപ്പെട്ട് ഇവിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ പരലോകത്ത് വെച്ച് ഇവിടെ അള്ളാഹു ആഫിയത്ത് കൊടുത്തൊരു മനുഷ്യൻ ദുആ ചെയ്യുമത്രേ, അള്ളാഹുവേ, ദുനിയാവിൽ എന്റെ ശരീരം മുഴുവനും കത്രിക കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ, അഥവാ എന്റെ ശരീരം പീസ് പീസാക്കപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രതിഫലം വാങ്ങാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ഇവിടെ അള്ളാഹു ഒരു ജലദോഷം, ഒരു പനി തരാത്ത ആളുകള് നാളെ പരലോകത്ത് രോഗങ്ങൾ കൊണ്ട് അള്ളാഹു കഷ്ടപ്പെടുത്തി, അള്ളാഹു പരീക്ഷണങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുത്തി അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് യാത്രയാക്കിയ ആളുകൾക്ക് അവൻ അവിടുത്തെ സമ്മാനങ്ങൾ കൊടുക്കുമ്പോ ഇവിടെ രോഗമൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ നടന്ന ആളുകളൊക്കെ പറയും, പടച്ചോനെ, ഭൂമിയിൽ എനിക്ക് ക്യാൻസർ വന്നിരുന്നെങ്കിൽ. എപ്പോഴാഗ്രഹിക്കുക? നമ്മൾ ക്യാൻസറിനെ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാ? പരലോകത്ത് വെച്ച്. അള്ളാഹുവേ, ക്യാൻസർ വന്ന് ശരീരം മുഴുവനും അഴുകി തൊളിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ എന്ന് നമ്മൾ അവിടെ വെച്ച് ആഗ്രഹിക്കും. അള്ളാഹു നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഉപദേശം കൊടുക്കുകയാണ്. സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു മൂന്നാമത്തെ ഉപദേശം കൊടുക്കുകയാ. ഉമർ തങ്ങളെ, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകണേ ഉമറേ, വാക്കും പ്രവൃത്തിയും ഒന്നാകണേ ഉമറേ, പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകണേ ഉമറേ. സഹോദരങ്ങളെ, ഇത് പറയാൻ എനിക്ക് പേടിയുണ്ട്, ഇത് പ്രസംഗിക്കാൻ എനിക്ക് പേടിയുണ്ട്. പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്നായി പോയാ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ അള്ളാന്റെ മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടും. ഒരു സംശയം വേണ്ട. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രഖ്യാപനം എന്തെന്നറിയോ? നാളെ പരലോകത്തൊരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവരികയാ. ആ മനുഷ്യനെ നരകത്തിൽ അല്ലാഹു വലിച്ചെറിയുമ്പോ ആ നരകത്തിൽ വീണുപോയ മനുഷ്യന്റെ അവസ്ഥ വിശദീകരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് കണ്ട കാഴ്ചയല്ലേ മിറാജിന്റെ യാത്രയില്. നാളെ റജബല്ലേ സഹോദരങ്ങളെ, മിറാജ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മാസമാണ് റജബ്. ആകാശാരോഹണം കൊണ്ട്, വാനാരോഹണം കൊണ്ട്, നിശാപ്രയാണം കൊണ്ട്, ഇസ്രാ കൊണ്ട്, മിറാജ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മാസമാണ് റജബ്. ആ മാസത്തിന്റെ പരിപാവനത്തിന്റെ തുടക്കത്തിലല്ലേ നമ്മൾ ഇന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ സരസ് എത്ര മനോഹരമാ, അല്ലാഹു എത്ര അനുഗ്രഹിച്ച സരസാ. റജബ് മാസത്തിന്റെ ദിവസത്തിൽ അനുഗ്രഹീതമായ രാവിലെ ഈ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യമല്ല തന്നല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. സഹോദരങ്ങളെ, റജബിലും ശഅബാനിലും അല്ലാഹു ബറക്കത്ത് തരട്ടെ. റമളാനിൽ ആരോഗ്യത്തോടെ നോമ്പ് പിടിക്കാം. നമുക്ക് ഭാഗ്യം തരട്ടെ, നമുക്ക് ഭാഗ്യം തരട്ടെ. മിറാജിന്റെ യാത്ര കഴിഞ്ഞ് റസൂലുള്ള മടങ്ങി വന്നപ്പോ ആ കണ്ട കാഴ്ചകളെ റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കുകയാ. സഹാബത്തെ, ഒരു മനുഷ്യനെ നരകത്തിൽ ഞാൻ കണ്ടു. ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? ആ മനുഷ്യനെ നരകത്തിലല്ല വലിച്ചെറിഞ്ഞപ്പോൾ തങ്കലിക്കു അക്താബ് ബത്നിഹി, ആ മനുഷ്യന്റെ കുടൽമാലകൾ പൊട്ടി പുറത്തേക്ക് വീഴുകയാ. അവന്റെ വയറ് പൊട്ടിപ്പൊളിഞ്ഞു. അവന്റെ വയറിനകത്തുള്ള കുടൽമാലകൾ വൻകുടലും ചെറുകുടലുമല്ല ആ നരകത്തിലേക്ക് അങ്ങ് മടിഞ്ഞു വീഴുകയാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, യദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ഫിർറഹാ. കഴുതക്കൂട്ടങ്ങള് ചക്കിലാട്ടുന്നത് പോലെ, കഴുതക്കൂട്ടങ്ങള് ചക്കിലാട്ടുന്നത് പോലെ, ആട്ടുകല്ല് ആട്ടുന്നത്
പോലെ ഈ മനുഷ്യനവന്റെ കുടൽമാലകൾ കൊണ്ട് നരകത്തിന്റെ 4 ഭാഗത്തും കറങ്ങുകയാ. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ കുടൽമാലകൾ പുറത്തു വീണു. ആ പുറത്തു വീണ കുടൽമാലകൾ കൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ കറങ്ങുകയാ. എങ്ങനെയാ കറങ്ങുന്നത്? കഴുത ആട്ടുകല്ല് ആട്ടുന്നത് പോലെ. പണ്ടുള്ളവർക്കറിയാ, പണ്ടുള്ള ആളുകൾക്കറിയാ ചക്കിലാട്ടുക എന്ന മലയാളത്തിൽ പറയുക. ഇവിടെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. സഹോദരങ്ങളെ, കഴുതയുടെ തോളത്തെ, കഴുതയുടെ പിടലിയില് ഒരു തടി കഷണം വെച്ച് അതിന്റെ ആട്ടുകല്ല് അതിന്റെ അഗ്രഭാഗത്ത് തൂക്കിയിട്ട് അതിങ്ങനെ ആട്ടുമ്പോൾ കഴുത ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ആട്ടുകല്ല് കൊണ്ട് ആട്ടപ്പെടുകയാണ്. അങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ. ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ വരുന്നതിന് മുമ്പ് ആട്ടിയിരുന്നത് അങ്ങനെയാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവര്, അങ്ങനെ കഴുത കറങ്ങുന്നത് പോലെ ഈ മനുഷ്യൻ ഇങ്ങനെ 4 ഭാഗത്ത് കറങ്ങുകയാ. ആ മനുഷ്യന്റെ കുടൽമാലകൾ പുറത്തു വീഴുകയാ. എന്റെ മോമിനെ, മുസ്ലിമേ, ചെറുപ്പക്കാരാ, എന്റെ ദീനീ ബോധമുള്ള ഉമ്മ, ആ സമയത്ത് ആളുകൾ ഓടി ആ മനുഷ്യന്റെ അടുത്തെത്തുമെന്ന, എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുമെന്ന, യാ ഫുലാനു മാലക, എന്തു പറ്റി, എന്തു പറ്റി? അലമതകുന തഅമുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകരി. നിങ്ങളല്ലേ നന്മ ഞങ്ങളോട് കൽപ്പിച്ചത്, നിങ്ങളല്ലേ തിന്മ ഞങ്ങളോട് നിരോധിച്ചത്. നിങ്ങൾക്കിപ്പോ എന്താ സംഭവിച്ചത്? സുബ്ഹാനല്ലാഹ്. ധീരമായി നമസ്കാരത്തെ പറ്റി പ്രസംഗിച്ച പണ്ഡിതനാ, നോമ്പിനെ പറ്റി പ്രസംഗിച്ച പണ്ഡിതനാ, അതുപോലെ ഹജ്ജിനെ പറ്റി, ദാനധർമ്മങ്ങളെ പറ്റി, സക്കാത്തിനെ പറ്റി പ്രസംഗിച്ചയാളാ. പക്ഷെ നരകത്തിനകത്ത് കിടന്ന് കുടൽമാലകൾ പുറത്തു ചാടി ആ മനുഷ്യൻ ഇങ്ങനെ 4 ഭാഗത്ത് കഴുത കറങ്ങും പോലെ കറങ്ങുകയാ. പ്രസംഗം കേട്ടിരുന്നവര് ഓടിച്ചെന്ന് ചോദിക്കുകയാണ്, ഉസ്താദേ, മാലക്ക നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളല്ലേ നിസ്കാരത്തിന്റെ മഹത്വം ഞങ്ങളോട് പ്രസംഗിച്ചത്, നിങ്ങളല്ലേ നോമ്പിന്റെ മഹത്വം ഞങ്ങളോട് പ്രസംഗിച്ചത്, നിങ്ങളല്ലേ ദാനധർമ്മങ്ങളുടെ മഹത്വം ഞങ്ങളോട് പ്രസംഗിച്ചത്, കള്ളുകുടി നിരോധിച്ചത് നിങ്ങളല്ലേ, പലിശ വാങ്ങണ്ട എന്ന് പറഞ്ഞ നിങ്ങളല്ലേ, നിങ്ങളല്ലേ മറ്റുള്ള തിന്മകളെ പറ്റി ഞങ്ങളോട് പ്രതിപാദിച്ചത്. എന്നാ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന് നിറകണ്ണുകളോട് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഞാൻ നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷേ ഞാനത് ചെയ്തിരുന്നില്ല. നിസ്കരിക്കണേ മക്കളെ എന്ന് പ്രസംഗിച്ചു, പക്ഷേ ഞാൻ നിസ്കാരമില്ലാത്തവരാ. നോമ്പ് പിടിക്കണേ എന്ന് പ്രസംഗിച്ചു, ഞാൻ നോമ്പ് പിടിക്കാത്തവരാ. ഹജ്ജിന് പോണേ എന്ന് പ്രസംഗിച്ചു, പക്ഷെ ഞാൻ ഹജ്ജ് ചെയ്യാത്തവരാ. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണേ എന്ന് പ്രസംഗിച്ചു, പക്ഷേ ഞാൻ ദാനധർമ്മങ്ങൾ നടത്താത്തവരാ. അതുപോലെ കൊണ്ടു അൻഹാ അനിൽ മുൻകരി വാതി, തിന്മ ഞാൻ നിരോധിച്ചിരുന്നു. കള്ളുകുടിക്കല്ലേ, കള്ളുകുടിക്കല്ലേ എന്ന് ഞാൻ ധീരമായി പ്രസംഗിച്ചിരുന്നു, പക്ഷേ വാതിഹി, ഞാൻ കള്ളുകുടിയനായിരുന്നു. ഞാൻ പലിശ വാങ്ങല്ലേ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ വാതിഹി, പലിശ വാങ്ങുന്നവനായിരുന്നു. അതുകൊണ്ട് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ എന്ന് പറഞ്ഞ് നരകത്തിൽ കിടക്കുന്ന പണ്ഡിതനെ നിലവിളിക്കുമെന്ന് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മദീനയുടെ മണവാളനെ, മക്കയുടെ മലർവാടിയെ, മദീനയുടെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിക്കുകയാ. പെങ്ങളെ, ഒരു വഴല് പറയുന്ന ഉസ്താദിന് മാത്രമുള്ള ഹദീസല്ല, ഇത് പണ്ഡിതന്മാർക്ക് മാത്രമുള്ള ഹദീസല്ല. പെങ്ങളെ, നിങ്ങളുടെ പൊന്നുമക്കളോട്, പെൺമക്കളോട് പറയുന്ന മോളെ, IMOയിൽ ആരെയും നീ വിളിക്കല്ലേ, വാട്സപ്പിലൂടെ ഫോട്ടോകൾ അയക്കല്ലേ, അതുപോലെ ഫേസ്ബുക്ക് അറിയാതെ നീ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കല്ലേ, ആരെങ്കിലും റിക്വസ്റ്റ് നടത്തിയാൽ അക്സെപ്റ്റ് ചെയ്യല്ലേ, നീ അന്യപുരുഷന്മാരുമായിട്ട് യാതൊരു ചങ്ങാട്ടവും കൂടല്ലേ എന്ന് പറഞ്ഞ് പൊന്നുമോളെ ഉപദേശിച്ചു. അവസാനം മകളെ നന്നാകാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, എന്റെ ഉമ്മയല്ലേ എന്നെ ഉപദേശിക്കുന്നത്, കാലഘട്ടം വളരെ മോശമായ കാലമാണ്, അതുകൊണ്ട് ഞാൻ തീരുമാനമെടുക്കുന്നു മാറാ. അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കാൻ തുടങ്ങി. നിന്റെ മോള് അനുസരണയുള്ളവളായിരുന്നു. ആ മോള് സ്കൂളിലേക്ക്, കോളേജിലേക്ക് മൊബൈലുമായി പോകുമ്പോ അവള് സൂക്ഷിച്ചു. നീ കൊടുത്ത ഉപദേശങ്ങളെല്ലാം അവള് ഗൗനിച്ചിരുന്നു. പക്ഷേ അവള് സ്കൂളിലേക്ക് പോകാൻ നിന്റെ വീട് വിട്ടിറങ്ങുമ്പോ
നിന്റെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ചാറ്റിങ്ങിലാണെങ്കിൽ, നീ പറഞ്ഞ രീതിയിലാണ് നിന്റെ മോളെ ഉപദേശിച്ചിട്ട് നീ വേറെ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വല്ലാത്ത അവസ്ഥയാ നാളെ പരലോകത്ത് അല്ലാഹു നമുക്ക് തരിക. കഴുത കറങ്ങും പോലെ കുടൽമാലകളുമായി നമ്മൾ കറങ്ങേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുസ്ലിം സഹോദരാ, നിങ്ങൾക്ക് ആരോടും എന്തും പറയാ, പക്ഷേ പ്രവർത്തിക്കുന്നതല്ലാതെ പറയല്ലേ. പറയുന്നത് പ്രവർത്തിക്കാവൂ സഹോദരങ്ങള്. അതല്ലാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരല്ലേ. പറയുന്നത് കൃത്യമായി പ്രവർത്തിച്ചിരിക്കണം. പ്രവർത്തിക്കാത്തവര് കാര്യം ജനങ്ങളോട് ഉപദേശിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി സഈദ് ഇബ്നു ആമിർ ഉമർ തങ്ങളോട് പറയുന്ന, തങ്ങളെ വാക്കും പ്രവൃത്തിയും ഒന്നാവുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മളിന്ന് പറയാൻ എളുപ്പമാണ്, പ്രസംഗത്തിന് എന്ത് എളുപ്പമാണ്. പിന്നെ പ്രസംഗിക്കുമ്പോ വേദനയൊക്കെ ഉണ്ട്. പ്രസംഗം തുടങ്ങിയാൽ തീരുന്നത് വരെ വയറിന് അസ്വസ്ഥതയാണ്. ഹംദ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തള്ള വിരൽ മുതൽ അങ്ങോട്ട് വേദന തുടങ്ങും. പക്ഷേ അൽഹംദുലില്ലാ, ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് നിങ്ങളെ പോലുള്ള സാത്വികരായ വിശ്വാസിനികളുടെ ദുആകളാണ്. നമ്മളെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത് രക്തബന്ധത്തിന്റെ പേരിലോ വ്യക്തിബന്ധത്തിന്റെ പേരിലോ ഏതെങ്കിലും ഭൗതിക താല്പര്യത്തിന്റെ പേരിലോ കുടുംബബന്ധത്തിന്റെ പേരിലോ ഒന്നുമല്ല. മറിച്ച് അള്ളാന്റെ ദീന് പറയുന്നു, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ധീരമായി സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബിദ്അത്തിന്റെ കോട്ടകൊത്തളങ്ങൾക്ക് ഒരു വല്ലാത്ത പ്രകമ്പനം സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ സഹോദരങ്ങളെ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ദുആരക്കുന്നുണ്ട്. ആ ദുആയും നമ്മൾ ഏതൊരു വേദിയിലാണോ പോകുന്നത്, ആ വേദി ഏതൊരു മഹാന്റെ പേരിലാണോ അറിയപ്പെടുന്നത്, ആ മഹാന് ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ആ നാട്ടിൽ അടക്കപ്പെട്ട മഹാന്മാരുടെ പേരിൽ ഒരു ദുആ, ഫാത്തിഹ ഓതി ദുആ ചെയ്ത് കേറുമ്പോഴേക്ക് അൽഹംദുലില്ലാ അല്ലാഹു നമുക്ക് ഇങ്ങനെ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒന്നുമില്ല സഹോദരങ്ങളെ. അല്ലാഹു നമുക്കൊക്കെ അമൽ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇനി നാലാമത്തെ ഉപദേശം, അത് കഴിയുമ്പോഴാണ് ഉമർ റളിയല്ലാഹുവിന്റെ പ്രതികരണം. അതുകൂടി മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ പ്രതികരണം കൂടി മനസ്സിലാക്കണം. ഇത്രയും കേട്ട് നിൽക്കുന്ന ഉമർ തങ്ങൾ, കഴിയോ സഹോദരങ്ങളെ, ഒരു ഭരണാധികാരി, അല്ലാഹു അല്ലാത്ത മുഴുവൻ ആളുകളും മലായിക്കത്തുകൾ പോലും പേടിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, മലായിക്കത്തിന് പോലും പേടിയാണ് ഉമർ തങ്ങളെ. ഇഷ്ടംപോലെ ഹദീസുകൾ ഉണ്ടെന്നും പറയാനുള്ള സമയം നമുക്കില്ല. ശൈത്താൻ പേടി, എല്ലാരും പേടിക്കുന്നു. ഭരണാധികാരികൾക്ക് പേടി, എല്ലാവർക്കും പേടി സ്വപ്നം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേട്ട് നിൽക്കുക. നാലാമത്തെ ഉപദേശം കൊടുത്തു. അതോടുകൂടി ഉപദേശം തീരുക. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു റിയാക്ഷൻ, അത് നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇനി നമുക്ക് 1 മണിക്കൂറിന്റെ ഉള്ളിൽ എല്ലാം അവസാനിപ്പിക്കണം. ഒരൊറ്റ മണിക്കൂർ നമ്മുടെ മുമ്പിലുള്ളൂ ഇൻഷാ അല്ലാഹ്. ഉറക്കം വരുന്നില്ലല്ലോ? ഇല്ലല്ല. മാർച്ച് മാസത്തിന്റെ ചില കുറവുകൾ നമ്മുടെ സദസ്സിലുണ്ട്. എക്സാമിന്റെ ടൈമിന്റെ ഇവിടെ എക്സാം ആണല്ലേ, അതിന്റെ ഒരു ചെറിയ കുറവുണ്ട്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇവിടെ കർണാടകയിൽ കന്നഡ ഭാഷയിൽ പ്രസംഗിച്ചു, മനോഹരമായി പ്രസംഗിച്ചു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. അന്ന് ഒരു വലിയ സദസ്സ് സംഘടിപ്പിച്ച്, മനോഹരമായ ഒരു വേദി സംഘടിപ്പിച്ച്, ഞാനിന്ന് താമസിക്കുന്ന സഹോദരൻ മുസാജി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, സ്നേഹിക്കാൻ അറിയുന്ന നാട്ടുകാരാണ്, സ്നേഹിക്കാൻ അറിയുന്നവരാണ്. പക്ഷേ കാസർഗോഡ് ജില്ലക്കാരെ പറ്റിയും കർണാടകക്കാരെ പറ്റിയിട്ടൊക്കെ അങ്ങനെ ഒരു വലിയ പ്രചരണമുണ്ട്. എന്താണ്? സ്നേഹിക്കാൻ അറിയുന്ന ആളുകളാണ്. പക്ഷേ അവരെ വെറുപ്പിച്ചാൽ നിങ്ങൾക്കറിയല്ലോ, അങ്ങനത്തെ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചു. അതിശക്തമായ മഴ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മഴത്തുള്ളികൾ ഇടിവെട്ടി പെയ്തിറങ്ങി. കുറച്ചു നേരം ഞാൻ സംസാരിച്ചിട്ട് പോയി. അതിന് ഖലാ വീട്ടിക്കൊണ്ട് സൂറത്തുകൾ അൽഹംദുലില്ലാ കണ്ണെത്താ ദൂരത്തോളം നീണ്ട പ്രവിശാലമായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ
ഇപ്പോ അൽഹംദുലില്ലാ അത്രയും ആളുകളില്ല എങ്കിൽ പോലും ഈ മാർച്ച് മാസത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങള് സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. നമുക്കറിയാം ആരുടെ കയ്യിലും ഒരു നയാ പൈസ ഇല്ല. സാമ്പത്തികമായ ഒക്കെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ. ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ സഹോദരങ്ങളെ നല്ല ചെലവുണ്ട്. ഈ വേദിക്ക് നല്ല ചെലവ്, നല്ല ഭീമമായ ചെലവുണ്ട്. നിങ്ങൾ 2 ദിവസത്തെ ബക്കറ്റ് കളക്ഷൻ ഇതിന്റെ ഫുൾ ചെലവ് നിങ്ങൾ ഏറ്റെടുക്കണം. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അള്ളാഹു നമുക്കതിനെ വർദ്ധിപ്പിച്ച് ഇരട്ടി 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 അള്ളാഹു നമുക്ക് തരും. അതിൽ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇർഷാദ് നമുക്കൊരു ബക്കറ്റ് എടുക്കാം. ഇങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യട്ടെ. നിങ്ങളെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലൊന്ന് സങ്കല്പിക്കും. ഏതെങ്കിലും ഒരു ആഗ്രഹമില്ലാത്തവരുണ്ടെങ്കിൽ 5 പൈസ ഇടരുത്. ഈ വേദിയിൽ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 പൈസ നിങ്ങൾ ബക്കറ്റ് ഇടരുത്. എന്തെങ്കിലും ആഗ്രഹമില്ലാത്തവരുണ്ടാവോ? ആഗ്രഹമില്ലാത്തവ മോമിനല്ല. കാരണം അൽ മോമിനു ബൈനൽ ഖൗഫി വറജാഇ, ആഗ്രഹത്തിന്റെയും അതുപോലെ തന്നെ ആശങ്കയുടെയും നടുവിലാണ് വിശ്വാസി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ പോകുമോ എന്ന പേടി അവനുണ്ടാകുമ്പോഴും സ്വർഗത്തിൽ പോകാനോ എന്ന ആ ഒരു സന്തോഷം, ആ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തെല്ലാം ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, ദുനിയാവിന്റെ ആഖിറത്തിന്റെ, അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിൽ നിയത്ത് ചെയ്യും. അല്ലാഹുവേ, ഈ സദസ്സിൽ വെച്ച് ഞാൻ ആ നീയത്തിനു വേണ്ടി ഞാനൊരു നല്ല സംഭാവന ഈ ബക്കറ്റിൽ നിക്ഷേപിക്കുകയാണ് എന്ന നീയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതിന് കാര്യമായ രീതിയിലുള്ള സംഭാവന എല്ലാവരും ഇതിൽ നിക്ഷേപിക്കണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ബക്കറ്റിൽ, ഈ പെട്ടിയിൽ ആരൊക്കെ പൈസ ഇടുന്നുവോ, അല്ലാഹുവേ പടച്ചവനെ അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ. സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ. ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായിട്ട് ഈ എത്ര പെട്ടിയുണ്ട്? പെട്ടി നിറയ്ക്കേണ്ടത്. പെട്ടി നിറയ്ക്കൊന്നും വേണ്ട. നിറയുന്ന എങ്ങനെയാ? 10-20 ഒക്കെ ഇട്ട പെട്ടെന്ന് നിറയും. അത് വേണ്ട. 500-2000 ഒക്കെ ഇടി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നും ഇല്ലല്ലോ സഹോദരങ്ങളെ, ഇന്നും നാളെയും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ മക്കളെ സംഘാടകരൊന്ന് പതുക്കെ പോകണം, സ്പീഡ് കുറച്ചൊന്ന് പോകണം. എല്ലാ ഭാഗങ്ങളിലും എത്തണം ഇൻഷാ അല്ലാഹ്. 2 ദിവസത്തെ ബക്കറ്റ് കളക്ഷനിൽ നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ്സിന്റെ ചെലവുകൾ അതിൽ ഇൻഷാ അല്ലാഹ് നടക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. കേട്ടോളി, 4ാമത്തെ ഉപദേശം കൂടെ കേട്ടോളി. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയം കൂടി പറയണം. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഉമർ തങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊതിക്കണേ ഉമറേ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് കൊതിക്കണേ ഉമറേ. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഞെട്ടിപ്പോവുകയാ. സഈദ് ഇബ്നു ആമിർ കൊടുക്കുന്ന ഉപദേശമാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാൽ അത് മറ്റുള്ളവനും കൂടി കിട്ടണമെന്ന് കൊതിക്കുന്നവനാ യഥാർത്ഥ മുസ്ലിം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ. അതേ ഉപദേശം തന്നെയാ സഈദ് ഇബ്നു ആമിർ തങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ എന്താണോ കൊതിക്കുന്നത് അത് മറ്റുള്ളവന് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോഴാ സഹോദരങ്ങളെ, അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാ, കർണാടകക്കാർക്ക് മുഴുവനും മാതൃകയായി, കർണാടക സ്റ്റേറ്റുകാർക്ക് മുഴുവനും മാതൃകയായി ഒരു സമൂഹ വിവാഹം നടത്തി പാരമ്പര്യം കാണിച്ചു കൊടുത്ത സഹോദരങ്ങളെ, ഇന്ന് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ സാമൂഹ്യ വിവാഹം നടക്കുന്നുണ്ട്. അതിനെല്ലാം പ്രചോദനം ഈ കൊച്ചു സംഘമാണ്, ഈ ഒരു ചെറിയ സംഘമാണ്, പാവപ്പെട്ട ഈ നാട്ടുകാരാണ് സഹോദരങ്ങളെ സമൂഹ വിവാഹം നടത്തിക്കൊടുത്തു മാതൃകയായത്. 100ഓളം 110ഓളം സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചേക്കാം അവർക്ക് സാധിച്ചു
സാധിച്ചു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ത്യാഗത്തിന്റെ ഏറ്റവും വലിയ തീഷ്ണമായ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് മാത്രമാണോ സഹോദരങ്ങളെ? പാവപ്പെട്ട തെരുവുകളിൽ കഴിയേണ്ട പാവപ്പെട്ട പിതാക്കന്മാര്, മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന പിതാക്കന്മാര്, സഹോദരങ്ങളെ, മക്കളാ ആട്ടിപ്പുറത്താക്കപ്പെടുന്നവര്, കിടക്കാനൊരു കിടപ്പാടമില്ല, ഉടുക്കാനൊരു വസ്ത്രമില്ല, കഴിക്കാൻ ഒരു തുള്ളി ഭക്ഷണമില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, എവിടെ ചെന്നാലാ കിട്ടുക? അങ്ങനെ നടക്കുന്ന പാവപ്പെട്ടവര്, സഹോദരങ്ങളെ, സൗജന്യമായി ഭക്ഷണം കൊടുത്ത്, അവർക്ക് കിടക്കാൻ സൗകര്യം കൊടുത്ത്, അവർക്ക് കൊടുക്കാൻ വസ്ത്രം കൊടുത്ത്, അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്ത്, എല്ലാം നിലയിലും സ്വന്തം വീട് പോലെ പരിപാലിക്കുന്ന, പരിചരിക്കുന്ന ഈ പ്രിയപ്പെട്ട സംഘാടകര് കർണാടക സ്റ്റേറ്റിന്റെ രണ്ടാമത്തെ മാതൃകയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാ. മാനസിക രോഗികളുണ്ട്, അന്ധന്മാരുണ്ട്, സഹോദരങ്ങളെ, കയറി കിടക്കാടമില്ലാതെ അള്ളാന്റെ ആകാശത്തെ മേൽക്കൂരയാക്കിക്കൊണ്ട് ചോർന്നൊഴിക്കുന്ന ചെറ്റക്കൂര പോലും ഇല്ലാതെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ കട്ടപ്പെടുന്ന പാവപ്പെട്ടവര്, ഒരു കൈത്താങ്ങായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ സംരംഭമായി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങളെ, അവരാഗ്രഹിക്കുന്നത് എന്താണ്? അവർക്കൊരു വീട് വേണമെന്നാണ്. അത് മറ്റുള്ളവർക്കും കൊടുച്ചപ്പോൾ അവർ കെട്ടിടമുണ്ടാക്കി. അവര് ഭക്ഷണം കഴിക്കുന്നവരാണ്, അവര് കൊതിച്ചു മറ്റുള്ളവനും അത് കിട്ടണം, അവര് ഭക്ഷണം കൊടുത്തു. അവിടെ സഹോദരങ്ങളെ, അവർക്ക് ദാഹിക്കുമ്പോഴെല്ലാം കുടിവെള്ളം അവരുടെ വീട്ടിലുണ്ട്, അത് ഇല്ലാത്തവനും അത് കിട്ടണമെന്ന് അവരെ പോലെ കൊതിച്ചു. അപ്പോഴവർക്ക് വെള്ളത്തിന് സൗകര്യമൊരുക്കി. അവര് നാണം മറയ്ക്കുമ്പോ, തുണി കൊടുക്കുമ്പോ, അത് മറ്റുള്ളവർക്കും കിട്ടട്ടെ, ഇല്ലാത്തവരെ നാണം മറയ്ക്കട്ടെ, ആ ഒരു ചിന്ത മറ്റുള്ളവന് ഡ്രസ് വാങ്ങിക്കൊടുക്കാൻ പ്രേരിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ആരോരുമില്ലാത്തവന് ഇന്ന് ഈ സംഘാടകര് തണലാണ്. ഞാൻ 1000 വട്ടം എന്റെ സംഘാടകരോട് പറയുന്നു, പ്രിയപ്പെട്ടവര്, ആള് പ്രതിസന്ധികളിൽ കൂടാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, അതല്ലെങ്കിൽ ഒരുപക്ഷെ കളക്ഷൻ ഒരുപാട് നടന്നെന്ന് വരില്ല, അതല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയിൽ നമ്മുടെ പരിപാടികളൊക്കെ മഴ പെയ്തോ അല്ലാതെയോ മുടക്കം വന്നേക്കാ. പക്ഷേ നിങ്ങളുടെ കൂടെ അള്ളവുണ്ട്, നിങ്ങളുടെ കൂടെ അള്ളവുണ്ട്. കാരണം എന്തെന്നറിയോ? പടച്ചതമ്പുരാന് പരലോകത്ത് പരകോടി ജനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രവിശാലമായ കോടതിയിൽ പടച്ചതമ്പുരാന് ചോദിക്കുന്നു, എടോ, ഞാൻ രോഗിയായി കിടന്നപ്പോ ഒരു പാരസെറ്റാമോൾ നീ വാങ്ങി തന്നില്ലല്ലോ, ഒരു മരുന്ന് നീ എനിക്ക് ടാബ്ലറ്റ് വാങ്ങി തന്നില്ലല്ലോ, ഞാൻ വിശന്ന് കിടന്നപ്പോ ഒരു നേരത്തെ ഭക്ഷണം നീ എനിക്ക് തന്നില്ലല്ലോ, ദാഹിച്ച തൊണ്ട പൊട്ടിയപ്പോ ഒരു തുള്ളി വെള്ളം നീ എനിക്ക് തന്നില്ലല്ലോ, കേറി കിടക്കാടമില്ലാതെ ആട്ടിപ്പുറത്താക്കിയപ്പോ എനിക്ക് ഒരു കിടക്കാനൊരു സൗകര്യം നീ തന്നില്ലല്ലോ, കൊടുക്കാൻ ഒന്നുമില്ലാതെ വിഷമിച്ചപ്പോ ഒരു ജോഡി വസ്ത്രം നീ എനിക്ക് തന്നില്ലല്ലോ. ഞാൻ നിങ്ങളും അത്ഭുതത്തോടെ ചോദിക്കുമല്ല, നീ റബ്ബുൽ ആലമീനാ, നിനക്ക് വീടോ, നിനക്ക് ഭക്ഷണമോ, നിനക്ക് വെള്ളമോ, നിനക്ക് വസ്ത്രമോ, നിനക്ക് മരുന്നോ? ആ സമയത്ത് അല്ല പറയുന്നു, നിന്റെ അയൽക്കാരൻ, നിന്റെ നാട്ടുകാരൻ വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, വീടില്ലാതെ, തുണിയില്ലാതെ വിശ്രമിച്ചപ്പോ നീ അവനെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നല്ലോ. ഇന്ന് അല്ലാഹു മറുപടി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഗുരുപുരയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മംഗലാപുരത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെങ്ങള്, നിങ്ങൾക്ക് പറയാൻ കഴിയും, അല്ലാ, ഞാൻ പാവങ്ങളെ സഹായിച്ചു, ഞാൻ അവർക്ക് ഒരു സെന്റ് ഭൂമി വാങ്ങാനുള്ള പൈസ കൊടുത്തു. സഹോദരങ്ങളെ, ഒരു ചെറിയ സ്ഥലം വാങ്ങിയിട്ട് 13.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സ്ഥലം വാങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് 5 ലക്ഷം രൂപ കൊടുത്തു. ഇനി 8.5 ലക്ഷം ബാക്കി നിൽക്കുമ്പോ സഹോദരങ്ങളെ, വീട് വെച്ചതിനല്ല, അവര് മോളെ കെട്ടിച്ചതിനല്ല, അവര് ആഡംബര വാഹനം എടുത്തതിനല്ല, അവര് അധികാരം പിടിച്ചു വാങ്ങിയതിനല്ല, ആരോരുമില്ലാതെ തെരുവിന്റെ മക്കളായി കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഇവിടെ പല മതവിഭാഗത്തിന്റെ ആതുരാലയങ്ങൾ വരുമ്പോൾ, അവരുടെ ആതുരാലയങ്ങളും വൃദ്ധസദനങ്ങളും വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോയ ഒരാള്, സഹോദരങ്ങളെ, മക്കളാ ആട്ടിയകറ്റപ്പെട്ട് പള്ളിക്കാരാല് പുറത്താക്കപ്പെട്ട്
അവസാനം ആരുടെയെങ്കിലും ആതുരാലയത്തിൽ ചെന്ന് കിടക്കുമ്പോ അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാതെ ഒന്ന് കെലിമ പറഞ്ഞു കൊടുക്കാനില്ലാതെ കാഫിറായി ചത്തുപോയ സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാന്റെ അദാബ് തടുക്കാൻ ലോകത്താർക്കും കഴിയില്ല. അതില്ലാതിരിക്കാൻ സഹോദരങ്ങളെ അവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നും നാളെയും നമ്മൾ വളരെ പ്രതീക്ഷയായിരുന്നു. ഈ 8.5 ലക്ഷം രൂപ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ തരുമെന്ന് പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റിട്ടില്ല. സഹോദരങ്ങളെ, 10,000 രൂപ കൊടുക്കാൻ കഴിയാത്തവരില്ലല്ലോ, 1000 രൂപ കൊടുക്കാൻ കഴിയാത്തവരില്ലല്ലോ. പലതുള്ളി പെരുവെള്ളമായി പാവപ്പെട്ട തെരുവിന്റെ മക്കൾക്ക് കിടക്കാൻ ഒരിടം വാങ്ങിക്കൊടുത്ത അല്ല നമ്മളെ കൈയൊഴിയില്ല. നമ്മളെ നാളെ തെരുവിന്റെ മക്കളല്ല എന്ന് ആര് കണ്ടുകൂട്ടര്? ഇന്ന് ഞാൻ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് എന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ആളും സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടും യാചിക്കും. ഇൻഷാ അല്ലാഹ് കഴിയുന്നവര് കഴിയുന്ന രീതിയിൽ സഹായം നിങ്ങൾ ഓഫർ ചെയ്യണം. എന്തിനാണ് പാവപ്പെട്ട വീടില്ലാത്തവന് കയറി കിടക്കാടത്തിന് ആട്ടിപ്പുറത്താക്കി മക്കള് വേണ്ട എന്ന് വെച്ചവന് അവന് കെലിമ പറയാതെ മരിച്ചു പോകുന്ന സാഹചര്യം വരാട് അവന്റെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സഹോദരങ്ങളെ, ഒരു മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, ആ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളും അവിടെ ഉണ്ടത്രേ. നാളെ ഞാൻ പോയി കാണും സഹോദരങ്ങളെ. അല്ല നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഈദ് ഇബ്നുൽ ആമിർ പറയുന്നു, ഉമർ തങ്ങളെ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ളവന് നിങ്ങൾ കൊടുക്കണം, അത് മറ്റുള്ളവനെ കിട്ടണമെന്ന് കൊടുക്കണം. നിങ്ങൾക്കറിയോ 450 ചില്ലുവാനും വരുന്ന കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കക്കാര് മദീനത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലും മക്കയിൽ നിന്ന് വന്നൊരു സഹാബിയുടെ കൈ പിടിച്ച് മദീനക്കാരനായ ഒരു സഹാബിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ സഹോദരങ്ങളാണ്, ഇനി മുതൽ നിങ്ങൾ കൂടപ്പുറപ്പുകളാണ്, ഇനി മുതൽ നിങ്ങൾ സഹോദരങ്ങളാണ്, ഒരു ഉമ്മാക്കൊരു വാപ്പാക്ക് പറഞ്ഞ മക്കളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അതിലും മക്കക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് ആരെയാണ് റസൂലുള്ള കൊടുത്തതെന്നറിയോ? സഈദ് ഇബ്നു റബീഅ എന്ന സഹാബിയെയാണ്. മദീനക്കാരനാണ് സഈദ് ഇബ്നു റബീഅ, മക്കക്കാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. രണ്ടുപേരുടെയും കൈപിടിച്ച് ചേർത്ത് വെച്ചിട്ട് മുത്തുനബി പറഞ്ഞ, സഹാബാ, ഇനി നിങ്ങൾ സഹോദരങ്ങളാ, നിങ്ങളിനെ കൂടപ്പുറപ്പുകളാ. നിങ്ങൾക്കറിയോ, ആ ഒരു വാക്ക് കേട്ട മാത്രയിൽ മദീനക്കാരനായ സഈദ് ഇബ്നു റബീഅ മക്കയിൽ നിന്ന് വന്ന 450 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വന്ന ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തന്റെ കൂടപ്പുറപ്പിന്റെ കൈപിടിച്ചിട്ടടുത്തുള്ള തോട്ടത്തിൽ കൊണ്ടുപോവുകയാ. സ്വന്തം തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, സഹോദരാ, ഈ 2 തോട്ടങ്ങൾ അല്ലാഹു എനിക്ക് തന്നതാണ്, ഈ 2 തോട്ടങ്ങളല്ല എനിക്ക് അനുഗ്രഹിച്ചു തന്നതാണ്, ഈ 2 തോട്ടങ്ങൾ റബ്ബിനിക്ക് തന്നതാണ്. ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കണേ, നിനക്ക് ഞാൻ അങ്ങ് തരാ. വിലക്കല്ല, പൈസക്കല്ല, എന്റെ ഔദാര്യത്തിലല്ല. നീ എന്റെ വാപ്പാക്കുമ്മാക്ക് ജനിച്ചവനാണെങ്കിൽ നിനക്കൂടെ അവകാശപ്പെട്ടതല്ലേ. ഇന്നലെ വരെ നീ എന്റെ വാപ്പാടെ ഉമ്മാടെ മോനല്ല. ഇന്ന് എന്റെ ഹബീബന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന നിമിഷം മുതൽ നീ എന്റെ കൂടെ പുറപ്പാ. അതുകൊണ്ട് ഇനി എന്റെ സ്വത്തിലും നിനക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട തോട്ടമേതെന്ന് പറഞ്ഞ നിനക്ക് ഞാൻ അങ്ങ് തന്നേക്കാം. 2 ഭാര്യമാരെനിക്കുണ്ട്, ഇഷ്ടപ്പെട്ടത് ഏതെന്ന് പറയുമോ നിനക്ക് ഞാൻ അതിനെ മൊഴി ചൊല്ലി അങ്ങ് തന്നേക്കാം. ഒന്നിനെ നീയും നിന്റെ ഭാര്യയായി സ്വീകരിച്ചോ എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? വേണ്ട സയ്യിദേ, വേണ്ട സയ്യിദേ, നിന്റെ കുടുംബത്തിലും നിന്റെ സമ്പത്തിലും അല്ലാഹ് ബറക്കത്ത് തരട്ടെ. എനിക്ക് ഇവിടത്തെ മാർക്കറ്റ് എന്ന് കാണിച്ചു തന്നാ മതി. ഇവിടത്തെ അന്തിച്ചന്ത എവിടെന്ന് കാണിച്ചു തരുമോ? ഇവിടത്തെ കമ്പോളം ഏതെന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്തോ മക്കയിൽ നിന്ന് കരുതി വന്ന കുറച്ച് ദിർഹമും കൊണ്ട് മദീനത്തെ മാർക്കറ്റിൽ ഇറങ്ങുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. കച്ചവടം തുടങ്ങി. ആരായും മാറിയും നല്ലേ മദീനത്തെ ഏറ്റവും വലിയ കോടീശ്വരനായി സഈദ് ഇബ്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മാറുകയാ. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കണേ. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂടപ്പുറപ്പിന് വേണ്ടി സമ്പത്തിലൊരു ഭാഗം തന്നെ മാറ്റിവെക്കാൻ മനസ്സ് കാണിച്ച സഹാബത്താണ്. കഴിയുമോ, കഴിയുമോ സഹോദരങ്ങളെ?
നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഏതോ ഒരു ലോകത്ത് നിന്ന് വന്ന സഹോദരനാണ്. കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വെള്ളപ്പൊക്കം ബാധിച്ച്, അതല്ലെങ്കിൽ കർണാടകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് നിന്ന്, ആസാമിന്റെയോ ബംഗാളിന്റെയോ അതല്ലെങ്കിൽ ബീഹാറിന്റെയോ തമിഴ്നാട്ടിന്റെയോ ഏതോ ഒരു ഭാഗത്ത് നിന്ന് എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ടവന് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് കൈനീട്ടിയിട്ട് വല്ലതും തരണേ, എന്റെ ഭാര്യ മക്കള് വെള്ളത്തിൽ ഒലിച്ചുപോയി, എന്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെട്ടു പോയി, അതുകൊണ്ട് കയറി കിടക്കാടമില്ലെന്ന് പറഞ്ഞ് കൈനീട്ടുന്നവന് കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരത്തുള്ള എന്റെ ഗുരുപുരയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സുറത്കലിലെ സഹോദരങ്ങള്, മുൽക്കിയിലെ സഹോദരങ്ങള്, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾ 2 ഷോപ്പ് കാണിച്ചു കൊടുത്തിട്ട് ഈ ഷോപ്പ് നീ എടുത്തോ എന്ന് പറയാൻ ഈ നാട്ടിൽ ആരെങ്കിലും എന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ആഗ്രഹിക്കുന്ന മറ്റുള്ളവന് കിട്ടണേ എന്ന ചിന്ത നമുക്കില്ല. അതുകൊണ്ടാണ് സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു അൻഹു ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് പറയുന്നു, തങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താഗ്രഹിക്കുമോ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊതിക്കണേ. ഈ 4 ഉപദേശങ്ങൾ അങ്ങ് കൊടുത്തപ്പോ പഞ്ചപുച്ഛമടക്കിരുന്ന ഉമറിന്റെ മറുപടി എന്തെന്നറിയോ? സഹോദരങ്ങളെ കേൾക്കണേ, ശ്രദ്ധയോടെ കേൾക്കണേ. ഈ 4 ഉപദേശങ്ങളാ പറഞ്ഞു കൊടുത്തത്. 1, ജനങ്ങളെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണം. 2, അല്ലാഹന്റെ വിഷയത്തിൽ ജനങ്ങളെ പേടിക്കല്. 3-മത്തേത് വാക്കും പ്രവൃത്തിയും ഒന്നാകണം. 4-മത്തേത് നിങ്ങൾക്ക് എന്താഗ്രഹിക്കുന്നോ അത് മറ്റുള്ളവനും കൊതിക്കണം. ഈ 4 ഉപദേശങ്ങൾ കൊടുത്ത സമയത്ത് മഹാനായ സഈദ് ഇബ്നുൽ ആമിറിനോട് ഉമർ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? സഈദ് ഇബ്നുൽ ആമിറേ, എന്നെ ഒരു വിഷയത്തിൽ നീ ഹെൽപ്പ് ചെയ്യോ, സഹായിക്കോ? സഈദ് ഇബ്നുൽ ആമിർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ സഹായിക്കാം. ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞാ മതി. മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞെട്ടിപ്പോകുന്നതാ. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഈദേ, ഹിംസ എന്ന നാടിനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? ആ ഹിംസിന്റെ ഗവർണറാകെ നിന്നെ ഞാൻ നിയമിക്കട്ടെ. ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായി നിയമിക്കാൻ അനുവാദം ചോദിക്കുമ്പോ സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു അൻഹു ഇടം നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, വേണ്ട വേണ്ട, ഇന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ ഞാൻ മെനക്കെടില്ല. എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് എന്റെ അല്ലാഹുവിന്റെ പരലോകം മതി എന്ന് പറഞ്ഞപ്പോ ഉമറല്ലേ ആള്, ഉമർ ധീരനല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു വാള് വലിച്ചൂരിയിട്ട് സഈദ് ഇബ്നുൽ ആമിറിന്റെ നേരെ ചൂണ്ടിയിട്ട് ചോദിക്കുന്നു, സഈദ്, ഞാൻ ഉമറായി കൊണ്ടല്ല മറുപടി പറഞ്ഞത്, ഉമറായി കൊണ്ടല്ല ചോദ്യമിട്ടത്. ഞാൻ ഇവിടത്തെ അമീറാണ്, ഞാൻ ഭരണാധികാരിയാണ്, അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. എന്നിട്ട് സഈദ് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? എല്ലാം കൂടെ എന്റെ തലയ്ക്ക് വെച്ചിട്ട് നിങ്ങളങ്ങ് രക്ഷപ്പെടാണോ? അതുകൊണ്ട് പെട്ടെന്ന് ഹിംസിന്റെ ഉത്തരവെടുക്കും, ഹിംസിന്റെ ഗവർണറായി അവിടത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്റെ ഓർഡറാണ്, എന്റെ അറിയിപ്പാണ്, എന്റെ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ പിന്നെ വേറെ നിർവാഹമില്ല. സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു അൻഹു ഹിംസിന്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു അൻഹു ഗവർണറായി ചുമതലയേറ്റു. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ഈ സഈദ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു സ്തുത്യർഹമായ ഭരണം നടത്തുകയാ. ഒരു ദിവസം നിങ്ങൾക്കറിയോ മഹാനായ ഉമർ റളിയല്ലാഹു തആല നാട്ടിൽ വരികയാ, ഹിംസിൽ വരികയാണ്. മദീനത്തിൽ നിന്ന് ഉമർ തങ്ങൾ ഹിംസിലെത്തുകയാണ്. എന്തിനെന്നറിയോ? ആളുകളോട് ചോദിക്കണം, പുതിയ ഗവർണർ എങ്ങനെയുണ്ട്, ഗവർണറുടെ വിവരമറിയാനാണ്, പ്രശ്നക്കാരനാണോ, എങ്ങനെയാണെന്നറിയാൻ സഈദ് ഇബ്നുൽ ആമിറിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഹിംസിലെത്തുകയാ. ഹിംസിന് മറ്റൊരു പേരുണ്ട്, കുവൈഫ. എന്താണ് കുവൈഫ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്നറിയോ? കൊച്ചു കൂഫയെന്ന, മിനി കൂഫയെന്നാണ്, ചെറിയ കൂഫയെന്ന. കൂഫയെന്ന് പേര് കിട്ടാൻ കാരണം എന്താണ്? കൂഫക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഏതിനും ഏത് വിഷയത്തിനും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവരാ, പ്രശ്നക്കാരാണ്. ചില പള്ളികളുണ്ട് അങ്ങനെ.
നാട്ടുകാരാകെ ഫിത്നയാണ്. കാരണം എന്താണ്? തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം പറയും. ഉസ്താദ് തുമ്മിയാപ്പൽ കുറ്റം, ഉസ്താദ് ഇരുന്നാ കുറ്റം, ഉസ്താദ് നടന്നാ കുറ്റം, എല്ലാത്തിനും കുറ്റം പറയുന്ന ആളുകൾ പണ്ടുണ്ട്. കൂഫയില് കൂഫക്കാരങ്ങനെ, ഹിംസകാരും അങ്ങനെ തന്നെ. അതുകൊണ്ട് ആളുകൾ വിളിച്ചു കുവൈഫ, കൊച്ചു കൂഫ. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു വന്നു പള്ളികളായ പള്ളികൾ മുഴുവനും കയറി. കേട്ടോളണേ, രസകരമായ സംഭവമാണ്. എല്ലാ പള്ളികളിലും കയറി ചോദിച്ചു, എങ്ങനെയുണ്ട് പുതിയ ഗവർണർ? ആളുകൾക്ക് 1000 നാവാണ് അദ്ദേഹത്തെ പറ്റി പറയാൻ. അവസാനം ഒരു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, അമീറേ, ഒന്ന് നിൽക്കണേ, എനിക്ക് പരാതി പറയാനുണ്ട്. എന്ത് പരാതിയാണ്? അമീറുൽ മുഅ്മിനീനെ, എനിക്ക് ഗവർണറെ പറ്റി 4 പരാതി പറയാനുണ്ട്. നാട്ടുകാർക്ക് പരാതിയൊന്നും കാണില്ല. നിങ്ങൾ എന്റെ പരാതി കേൾക്കാതെ പോയാൽ അള്ളാന്റെ മുമ്പിൽ ഞാൻ പിടിച്ചു നിർത്തും ഉമറേ എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോട് ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളുടെ ഗവർണറെ പറ്റി എനിക്ക് 4 പരാതി പറയാനുണ്ട്. അത്ഭുതപ്പെട്ടു പോയി ഉമർ റളിയല്ലാഹു അൻഹു, സ്തംഭിച്ചു നിന്നുപോയി. സംഭീതനായി, പരിഭ്രമചിത്തനായി അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ നിനക്കുള്ള പരാതി? പരാതി കേൾക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പരാതി കേൾക്കാൻ കാരണമുണ്ട്. ഹിംസിന്റെ ഗവർണർ സ്ഥാനം ഇപ്പൊ സയ്യിദ് ഇബ്നുൽ ആമിറിന്റെ കയ്യിലാണ്. തൊട്ടു മുമ്പ് വേറൊരു ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് സയ്യിദ് ഇബ്നുൽ ആമിറിനെ ചുമതല ഏൽപ്പിച്ചത്. മാറ്റാൻ കാരണം എന്തെന്നറിയോ? ചിരി വരും. നമുക്ക് ചിരി വരും. ഇന്ത്യയിൽ ആരുടെ ഭരണം വേണമെന്നാ ഗാന്ധി പറഞ്ഞേ? ആരുടെ ഭരണ? മോഡിയുടെ ആണോ? മൻമോഹന്റെ ആണോ? രാഹുൽ ഗാന്ധിയുടെ ആണോ? സോണിയയുടെയാണോ? ഇന്ദിരയുടെയാണോ? ആരുടെ ഭരണമാണ്? സഹോദരങ്ങളെ, മഹാത്മാഗാന്ധി പറഞ്ഞത് ഉമറിന്റെ ഭരണം വേണം ഇന്ത്യയിൽ എന്നാണ്. എന്താ കാരണം? ഈ ഹിംസിലെ ഒരു ഗവർണറെ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്താ കാരണമെന്നറിയോ? ഇതേപോലെ ചോദിക്കാൻ വേണ്ടി ഈ പള്ളിയിൽ നാട്ടിലെത്തി ആളുകളോട് പരാതി ചോദിച്ചു, ഇദ്ദേഹത്തെ പറ്റി വല്ല പരാതി ഉണ്ടോ നിങ്ങൾക്ക്? ഒരു പരാതിയില്ല, നല്ല മനുഷ്യനാ. പക്ഷെ ഞങ്ങൾക്ക് ഒരു പരാതിയുണ്ട്. സ്വന്തം മോൻ അടുത്ത് നിൽക്കുമ്പോ ഇയാൾ ഇതുവരെ ചുംബനം കൊടുക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തൊരു പരാതി! ഗവർണറുടെ മോനെ ചുംബിക്കുന്നത്, മുത്തം കൊടുക്കുന്നത് വേറെ ആരും കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ആ ഗവർണർക്ക് ഈ നാട്ടിൽ ഇരിക്കാൻ അവകാശമില്ല. എന്താ കാര്യം? ഗവർണർ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പലർക്കും തലവേദനയാണ്. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, എടോ, സ്വന്തം മകനെ ചുംബിക്കാത്ത ഒരാള് മറ്റുള്ളവരുടെ മക്കളോട് കരുണ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം മോനെ ചുംബിക്കാത്ത ഒരുത്തൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയോട് കരുണ കാണിക്കും? ഇല്ല. അപ്പൊ ഇനി നിനക്ക് ഇതിനകത്തിരിക്കാനുള്ള യോഗ്യതയില്ല, നിന്നെ മാറ്റുന്നു. അങ്ങനെ ഉമർ തങ്ങളുടെ ഭരണം ഇന്ത്യയിൽ വന്ന ഇന്നത്തെ ഏതെങ്കിലും ഒരുത്തവിടെ ഉണ്ടാവോ? ഏവനെങ്കിലും ഇന്ത്യ ഭരിക്കാൻ ഉണ്ടാവോ? കർണാടക ഭരിക്കാൻ ഉണ്ടാവോ? കേരളം ഭരിക്കാൻ ഉണ്ടാവോ? സഹോദരങ്ങളെ, അതാണ് ഗാന്ധി പറഞ്ഞത്, ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ നീതി മാത്രം, നീതിയല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ട്. 4 പരാതിയുണ്ട്. അതിൽ ഒന്നാമത്തെ പരാതി ഏതാ കേക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്ന്, രാവിലെ വളരെ വൈകിയാണ് മൂപ്പര് ഞങ്ങളുടെ പരാതികൾ കേൾക്കാൻ വരുന്നത്. ഞങ്ങൾക്ക് 100 കാര്യങ്ങളില്ലേ, അത് കേൾക്കാൻ നേരത്തെ വരണ്ടേ? അത് വരില്ല, വളരെ വൈകിട്ടാ മൂപ്പരെത്തുന്നത്. ഉമർ തങ്ങൾക്ക് ദേഷ്യം വന്നു. രണ്ടാമത്തേത്, രാത്രി ഞങ്ങൾ ഇദ്ദേഹത്തെ കാണാറില്ല, എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് ഗുരുതരമായ പരാതിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായി. മൂന്നാമത്തെ പരാതി, ആഴ്ചയിൽ ഒരു ദിവസം പുറത്തിറങ്ങൂല, ഞങ്ങൾക്കറിയണം അതെന്തുകൊണ്ടാണ്. അയാള് പറഞ്ഞു, നാലാമത്തെ പരാതി, ഞങ്ങൾക്ക് അതൊരു വലിയ പരാതിയായിട്ട് പറയാനില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടു വീഴും, ജന്നി അപസ്മാരം വന്ന് ഫിക്സ് വന്ന് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീഴും, അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു നാണക്കേടാ. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, സഈദേ, സ്വന്തം മോനെ ചുംബിക്കാത്തത് കൊണ്ട് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതേ ഉമറാണ്. 4 ഗുരുതര പരാതികളുമായി വന്ന ഇദ്ദേഹത്തെയും മാറ്റാതിരിക്കുമോ? ആളുകൾ ഭയത്തോടെ നോക്കി നിൽക്കുമ്പോൾ
സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയുടെ വിളിക്കുത്തരം കൊടുത്ത് വരികയാ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, സഈദ് നിന്നെപ്പറ്റി 4 പരാതി പറഞ്ഞു, ഈ 4 പരാതികൾക്ക് മറുപടി നീ പറയണം സഈദേ. ജനകീയ വിചാരണയാണ്, ജനമധ്യത്തിലാണ് വിചാരണ. ആ സമയത്ത് സഈദ് ഇബ്നു ആമിർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഉമർ തങ്ങളെ ഞാനതിന് മറുപടി പറയില്ല, അതിന് ഞാൻ മറുപടി പറയില്ല, ഈ 4 പരാതികൾക്ക് ഞാൻ മറുപടി പറയില്ല. എന്തുകൊണ്ട് പറയില്ല? അല്ലാഹു ഞാനും തമ്മിലുള്ള ബന്ധമാണ്, അത് പടച്ചോനും എനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഇത് കേട്ടപ്പോൾ ഉമർ വീണ്ടും വാള് വലിച്ചൂരി. ഹിംസിന്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാതെ വന്നപ്പോ ഊരി അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു വലിച്ചൂരിയിട്ട് പറഞ്ഞു, നീയും പടച്ചോനും തമ്മിലുള്ളത് പരലോകത്താണ്, ഇവിടെ ഉമറാണ് ഭരിക്കുന്നത്. 4 പരാതിയുടെ കാരണം ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ നിന്നെ പുറത്താക്കുന്നു. മാത്രമല്ല നീ വഞ്ചന കാണിച്ചവനാണ്, നിനക്ക് ഉമറിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഒരു ഗവർണർ പേടിച്ച് മാൻപേട വിറയ്ക്കും പോലെ സിംഹത്തിന്റെ മുമ്പിലെത്തിയ, പുലിമടയിലെത്തിയ മാൻപേട വിറയ്ക്കുന്നത് പോലെ വിറച്ചുകൊണ്ട് സഈദ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ, അല്ലയോ ഉമർ തങ്ങളെ, പരാതി കേൾക്കട്ടെ, ഞാൻ മറുപടി പറയാം. ഒന്നാമത്തെ പരാതി പറയണോ? ഉമർ തങ്ങൾ പറഞ്ഞു, അത് രാവിലെ വൈകിയാണ് വരുന്നത്, രാവിലെ വളരെ വൈകിട്ടാ വരുന്നത് ഞങ്ങളുടെ പരാതി കേൾക്കാൻ. എന്താ സഈദേ കാരണമെന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ സഈദ് ഇബ്നു ആമിർ പറയുകയാണ്, ഉമർ തങ്ങളെ, എന്റെ വീട്ടിൽ വേലക്കാരില്ല, ജോലിക്കാരില്ല, ഖാദിമീങ്ങളില്ല, സേവകരില്ല, സെർവന്റില്ല, എന്റെ വീട്ടിൽ മറ്റുള്ള ആരും തന്നെ ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഗോതമ്പ് മാവ് പൊടിക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്കാണ് കുഴയ്ക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്കാണ് നനയ്ക്കേണ്ടത്, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാ റൊട്ടി ഉണ്ടാക്കേണ്ടത്, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് കറിപാചകം ചെയ്യേണ്ടത്, എന്നിട്ട് ഞാൻ തിന്നിട്ട് വരുമ്പോൾ സമയം കുറച്ചധികമായി പോകുന്നു. എനിക്ക് വേലക്കാരില്ല തങ്ങള്, എനിക്ക് ജോലിക്കാരില്ല തങ്ങള്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു സ്റ്റേറ്റിന്റെ ഗവർണറുടെ കഥയാ പറയുന്നത്. ഇന്ന് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഗവർണർ, ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഗവർണറോ, സഹോദരങ്ങളെ, ഒരു MLA യോ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരിയോ ആയ എത്ര സർവന്റാ കൂടെ ഉള്ളത്? ഡോർ തുറന്നു കൊടുക്കാനാളില്ലേ, ഡോർ അടയ്ക്കാനാളില്ലേ, ഫയൽ മറിക്കാനാളില്ലേ, ഫോണറ്റൻഡ് ചെയ്യാനാളില്ലേ, ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാനാളില്ലേ, മുറ്റമടിക്കാനാളില്ലേ, വീട് വൃത്തിയാക്കാനാളില്ലേ? പക്ഷെ ഒരു രാജ്യത്തിന്റെ ഗവർണറാണ്, ഒരു സ്റ്റേറ്റിന്റെ ഗവർണറാ, ഒരാൾ പോലുമില്ല. ഉമർ തങ്ങളുടെ മനസ്സിനകത്ത് സന്തോഷമായി. ചോദിച്ചു, രണ്ടാമത്തെ പരാതി എന്താ? അത് വേറൊന്നുമല്ല, രാത്രി ഇദ്ദേഹത്തിന് പുറത്ത് കാണുന്നില്ല. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല ഉമർ തങ്ങളോട് പറയുകയാ, തങ്ങളെ, ആരും അറിയല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ ആളുകളുടെ മുമ്പിൽ വെച്ച് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. രാത്രി ഞാൻ എവിടെയാ പോകുന്നതെന്നറിയോ? സഹോദരങ്ങളെ, ഇന്നാണെങ്കിൽ ദുരൂഹതകളേറെയാ. പക്ഷെ സഈദ് ഇബ്നു ആമിർ പറയുന്നു, ഞാൻ രാത്രി പുറത്തിറങ്ങാറില്ല. കാരണം എന്തെന്നറിയോ? രാത്രി ഞാൻ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്നിന്റെ അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാ. പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ലേ തങ്ങള്? രാത്രി എന്റെ അല്ലാഹ്ക്ക് ഞാൻ മാറ്റിവെക്കണ്ടേ? എന്നെ സൃഷ്ടിച്ച അല്ലാഹ്, എന്നെ സംരക്ഷിക്കുന്ന അല്ലാഹ്, എന്നെ അവസാനം സംഹരിക്കുന്ന അല്ലാഹ്, എനിക്ക് സുഖ സൗകര്യങ്ങൾ തന്ന അല്ലാഹ്, എനിക്കെല്ലാം തന്ന അല്ലാഹ്, എന്റെ പടച്ചോന് വേണ്ടി ഞാൻ രാത്രി മാറ്റിവെക്കുകയാ. പകല് ജനങ്ങൾക്ക് കൊടുത്തല്ലോ, രാത്രിയെങ്കിലും എന്റെ പടച്ചോന് ഞാനൊന്ന് മാറ്റിവെക്കണ്ടേ? അതുകൊണ്ട് രാത്രി ഞാൻ എന്റെ അല്ലാഹ്ക്ക് കൊടുക്കുന്നു തങ്ങളെ. ഉമർ തങ്ങളുടെ മനസ്സിനകത്ത് സന്തോഷമിരട്ടിയായി. മൂന്നാമത്തെ പരാതി പറയണോ? അയാൾ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു കാണൂല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ സഈദ് ഇബ്നു ആമിർ തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ,
ഞാൻ ഈ ധരിച്ചിരിക്കുന്ന ഒരേ ഒരു ജോഡി വസ്ത്രമേ എനിക്കുള്ളൂ. ഈ ധരിച്ചിരിക്കുന്ന ഒരേ ഒരു ജോഡി വസ്ത്രമേ എനിക്കുള്ളൂ. ആ വസ്ത്രം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അലക്കി ഉണങ്ങാൻ വിരിക്കും തങ്ങളെ. എനിക്ക് ഉണങ്ങണ്ടേ, എനിക്ക് അലക്കണ്ടേ, എനിക്ക് വേറെ മാറി ഉടുക്കാനൊന്നുമില്ല. ഇത്രയും പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാ. എന്തേ കരയാനുള്ള കാരണം എന്തെന്നറിയോ? ഉമർ തങ്ങൾ പണക്കാരനായതുകൊണ്ടല്ല, ഉമർ റളിയല്ലാഹു അൻഹു പണക്കാരനായതുകൊണ്ടല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ ഓർത്തോ. അമീറുൽ മുഅ്മിനീനായ ഉമർ തങ്ങൾ ഭരണമേറ്റെടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ എല്ലാവരും കാത്തിരിക്കുന്നു. സിദ്ദീഖ് വഫാത്താണ്. ഉമർ തങ്ങൾ ഇന്ന് അമീറായി ചാർജ് എടുക്കുന്നു, മദീന പള്ളിയുടെ ഇമാമത്ത് ഏറ്റെടുക്കുകയാ. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുമ്പോൾ ഉമറിനെ കാണുന്നില്ല. ഹബീബ് വരുന്ന സമയം കഴിഞ്ഞുപോയി, സിദ്ദീഖ് വന്നിരുന്ന സമയവും കഴിഞ്ഞുപോയി. ഉമർ എവിടെയാണ് ആർക്കും അറിയില്ല. അവസാനം ഓടിക്കിടച്ചെത്തുകയാ. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കല്ലേ, ഞാൻ താമസിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ നയപ്രഖ്യാപനം നടത്താം. മദീനയുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മിമ്പറിന്റെ മുകളിൽ കയറുകയാ. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, വിശ്വാസികളെ, ഞാനിന്ന് ഇമാമത്ത് ഏറ്റെടുക്കുന്ന ദിവസമല്ലേ, ഇന്ന് ഞാൻ അമീറായി ചുമതലയേറ്റെടുക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ഞാൻ ഇന്ന് ധരിക്കണ്ടേ. ഞാൻ നോക്കുമ്പോൾ അത് അഴുക്കു പിടിച്ച് കിടക്കുകയാ. അത് കഴുകി ഉണങ്ങാൻ പിരിച്ചു ഉണങ്ങുന്നത് വരെ കാട്ടു ഞാൻ വെയിലെത്തിരുന്നു. എന്നിട്ട് ഉണങ്ങിയപ്പോ ഞാൻ എടുത്ത് ധരിച്ചുകൊണ്ട് നേരെ കയറി വന്നതാണ്. അതുകൊണ്ട് മാപ്പ് തരണേ എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങുമ്പോൾ അവിടുത്തെ മദീന പള്ളിയിലാരെ കരഞ്ഞില്ല. പക്ഷെ പ്രസംഗം അങ്ങ് തുടങ്ങിയപ്പോ കൂട്ടക്കരച്ചിലായി. എന്തേ കരഞ്ഞതിന്റെ കാരണം എന്തെന്നറിയോ? ഉമർ തങ്ങൾ പറഞ്ഞതെന്താണ്? ഞാൻ ഇന്ന് അമീറായി ചാർജ് എടുക്കുമ്പോൾ എന്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ, അതുകൊണ്ടാണ് വൈകിപ്പോയതെന്ന് പറഞ്ഞ ഉമറിന്റെ ശരീരത്തിട്ടിരിക്കുന്ന കമീസ് 40 സ്ഥലങ്ങളിൽ കണ്ടം വെച്ചതാ. 40 സ്ഥലങ്ങളിൽ കണ്ടം വെച്ച് തുന്നി ചേർത്തതാണ്. ബാക്കിയുള്ളത് 90-70 വട്ടം കണ്ടം വെച്ചതാ. ഒരു ഭരണാധികാരിയുടെ ചരിത്രമാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഇട്ടത് നാളെ ഇടൂല, ഇന്നലെ ഇട്ടതല്ല ഞാൻ ഇന്നിടുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ സഹോദരങ്ങളെ? ഉമർ റളിയല്ലാഹു അൻഹുവിനും മാറി ഉടുക്കാൻ വേറെ ഒന്നുമില്ല. ചാർജ് എടുക്കുന്ന ദിവസത്തിൽ നയപ്രഖ്യാപനത്തിന് വരുമ്പോ ശരീരത്തിട്ടിരിക്കുന്ന വസ്ത്രമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വസ്ത്രമെന്ന് പറഞ്ഞപ്പോഴും അതിൽ 40 സ്ഥലങ്ങളിൽ തുന്നിച്ചേർത്ത കണ്ണം വെച്ചത് കണ്ടു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത് പണക്കാരനായത് കൊണ്ടല്ല. പിന്നെ കരഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയോ? 2-3 മാസങ്ങൾക്ക് മുമ്പ് ഭരണമേറ്റെടുക്കുന്ന സഈദ് അവിടുത്തെ ഹിംസിന്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ഹിംസിൽ നിന്ന് 3-4 പേര് ഉമർ തങ്ങളെ കാണാൻ മദീനത്ത് വന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു, ഞാൻ കുറച്ച് എന്തെങ്കിലും റേഷൻ തന്നു വിടാം. നിങ്ങളുടെ നാട്ടിലെ കുറച്ച് പാവപ്പെട്ടവരുടെ പേരെന്ന് എഴുതിത്ത അവർക്ക് ഞാൻ കുറച്ച് റേഷനും കുറച്ച് ഗോതമ്പും ബാർലിയും അതുപോലെ ഈത്തപ്പഴവും വസ്ത്രവും തന്നു വിടാം. അങ്ങനെ ആ വന്ന സുഹൃത്തുക്കൾ കുറച്ച് ആളുകളുടെ പേര് എഴുതി കൊടുത്തു. ഒന്നാമത്തെ പേര് കണ്ട് ഉമർ തങ്ങൾ ചോദിച്ചു, ആരായി സഈദ്? ആരായി സഈദ്? അവര് പറഞ്ഞു, ഉമർ തങ്ങളെ, നിങ്ങളയച്ച ഖലീഫയാണ്, ഗവർണറാണ്. അല്ലാഹുവേ, ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടൊരു കത്തെഴുതി. എന്നിട്ട് കുറച്ച് റേഷൻ എടുത്തു, കുറച്ച് വസ്ത്രവും എടുത്തു വെച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സഞ്ചിയും ഈ കത്തും കൊണ്ടുവന്ന് സഈദിനെ ഏൽപ്പിക്കണം. ഈ ചെറുപ്പക്കാര് ഓടിച്ചെന്ന് ഹിംസിൽ ചെന്ന് മഹാനായ സഈദിന്റെ കയ്യിൽ കത്ത് കൊടുത്തു. ആ കത്ത് വാങ്ങി വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് മഹാനായ സഈദ് തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആളുകൾ ചോദിച്ചു, എന്തേ അമീറുൽ മുഅ്മിനീൻ ഉമർ വഫാത്തായോ? ആ സമയത്ത് സഈദ് തങ്ങൾ പറയുന്നു, അല്ല, അതിനേക്കാളും ഗൗരവമാണ്. അമീറുൽ മുഅ്മിനീൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം വരില്ല. എന്തേ കാര്യമെന്ന് ചോദിച്ചപ്പോൾ സഈദ് ഇബ്നുൽ ആമിർ പറഞ്ഞത്, എന്റെ ദുനിയ, എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ ദുനിയാവാണ് സഞ്ചിക്കകത്തിരിക്കുന്നതെന്നാണ്. പട്ടിണി കിടക്കുന്ന നാളിലാണ്. ഉടുതുണിക്കും മറുതുണിയില്ല. അതും വെറും വാക്കല്ല, ഇട്ടിരിക്കുന്നത് കഴുകുമ്പോൾ അകത്ത് നഗ്നനായിരിക്കും. അങ്ങനെ
കഷ്ടപ്പെടുന്ന സമയത്തും അല്ലാഹുവേ റേഷൻ കൊടുത്തു വിട്ടപ്പോ വേണ്ടെന്ന് പറയാ ചങ്കൂറ്റം കാണിച്ച ഭരണാധികാരി അതോർത്തപ്പോഴാണ് കരഞ്ഞുപോയത് മഹാനായ ഉമർ തങ്ങൾ. സഹോദരങ്ങളെ പറഞ്ഞു, എന്റെ ആഴിക്കു പിടിച്ച ജോഡി വസ്ത്രം ഞാൻ കഴുകി ഉണങ്ങുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്ന് പറയുന്നു. ആഴ്ചയിൽ ഒരു ദിവസം പുറത്തിറങ്ങാത്തതെന്ന് പറഞ്ഞു. ചോദിച്ചു നാലാമത്തെ പരാതി, സഹോദരങ്ങളെ സഈദേ നിന്റെ പ്രശ്നം കൊണ്ടല്ല, പക്ഷേ ആളുകൾക്കത് നാണക്കേടാട്. എന്തേ നീ അപസ്മാരം വന്ന് വീഴുന്നത്? തങ്ങളെ എനിക്ക് ജന്നി വന്ന് വീഴുന്നതല്ല, അപസ്മാരം വന്ന് വീഴുന്നതല്ല, ഞാൻ ഫിക്സ് വന്ന് വീഴുന്നതല്ല. പിന്നെ എന്തുകൊണ്ടാണ് ബോധം കെട്ട് വീഴുന്നതെന്നറിയോ? ഞാൻ ഖുബൈബ് ബിൻ അദി എന്ന എന്റെ സഹോദരനെ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത് കണ്ടുകൊണ്ട് നിന്നല്ലോ, ഒരു കൈ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാലോചിക്കുമ്പോ ഞാൻ അങ്ങ് ബോധം കെട്ട് വീഴുകയാ. എന്റെ ഖുബൈബിനെ കഴുമരത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, എടോ നിന്നെ ഞങ്ങൾ അങ്ങ് അഴിച്ചു വിടാം, മുഹമ്മദിനെ പകരം കെട്ടി തൂക്കട്ടോ? എടോ പെട്ടെന്ന് എന്നെ കൊല്ലടാ, എന്റെ മുഹമ്മദിന്റെ കാൽപ്പാടത്തിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് സഹിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കഴുമരത്തിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുത്തു. മണവാട്ടി മണിയറയിൽ മധുവിരുവാഘോഷത്തിന്റെ പ്രഥമ രാത്രിയിലെ കഴുത്തിൽ കിടക്കുന്ന കല്യാണമാല പോലെ ആ കഴുത്ത് നീട്ടിക്കൊടുത്തു. പെട്ടെന്ന് കൊല്ലടാ എന്ന് പറഞ്ഞ ഖുബൈബിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. പെട്ടെന്ന് സലാം വീട്ടിയിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, എടോ ദുഷ്ടന്മാരെ, എനിക്ക് വലിയ സൂറത്തോടെ നിസ്കരിക്കണമെന്ന് കൊതിയുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വലിയ സൂറത്തോടെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ കരുതും എനിക്ക് പേടിയായിട്ട് ഞാൻ സലാം വീട്ടാത്തതെന്ന്. മരിക്കുമ്പോഴും എനിക്ക് അമ്പസായിട്ട് മരിക്കണമെടാ, അതുകൊണ്ട് പേടിയില്ലടാ, കൊന്നോ എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ഇനി എന്തെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരു മൂർച്ചയേറിയ കത്തി വേണം. ആളുകൾ കരുതി ആത്മഹത്യ ചെയ്യാനാണെന്ന് കത്തി കൊണ്ട് കൊടുത്തു. ചാകുന്നെങ്കിൽ ചത്തോട്ടെ. ഖുബൈബ്, മഹാനായ ഖുബൈബ് തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നഖം വെട്ടി മാറ്റി, കയ്യിലെയും കാലിലെയും നഖം വെട്ടി ഒതുക്കി, മീശ വെട്ടി ഒതുക്കി, ദാടി ഒതുക്കി. എന്നിട്ട് പറഞ്ഞു, മരിക്കുമ്പോ എന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചു മരിക്കണം, എനിക്ക് എന്റെ സുന്നത്ത് മരണക്കിടക്കയിലും മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. ഇനി വല്ലതുകൊണ്ടോ? ഒന്നുകൂടി ഉണ്ട്. എന്താ? കഅബാലയത്തിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് എന്നെ കൊല്ലണേ, അവസാനം എന്റെ കഅബാലയത്തിലേക്ക് എന്നെ നെഞ്ചു തിരിയട്ടെ. അങ്ങനെ കെട്ടിത്തൂക്കിയപ്പോൾ ആയിരങ്ങളിൽ നിന്ന് കൈകൊട്ടി ചിരിച്ചു. അക്കൂട്ടത്തിൽ ഞാനുമുണ്ടായിരുന്നല്ലോ. അന്ന് ഞാനൊന്ന് എഴുന്നേറ്റത് തടഞ്ഞിരുന്നെങ്കിൽ ഖുബൈബ് ഒന്ന് ജീവിച്ചറിയല്ലോ, അതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങ് ബോധം കെട്ട് വീണു പോകുന്നതാ. മദീനയുടെ മണവാളന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ ചർച്ച ഹിംസ് മുഴുവനും പൊട്ടിക്കരച്ചിലായി, ഹിംസ് മുഴുവനും പൊട്ടിക്കരച്ചിലായി. 1000 നാണയങ്ങൾ എടുത്ത് കയ്യിൽ കൊടുത്തു അമീർ. എന്നിട്ട് പറഞ്ഞു, സഈദേ ഇനി നീ പട്ടിണി കിടക്കരുത്. ഭാര്യ അകത്ത് നിന്ന് പറഞ്ഞു അമീറിനോട്, സഈദ് ഇബ്നു ആമിറിനോട്, ഖലീഫയോട്, ഗവർണറോട് ഭാര്യ പറഞ്ഞു, ഭർത്താവേ ഇത് നമുക്ക് അല്ലാഹു തന്നതല്ലേ, ഇനി എന്തിനാ പട്ടിണി കിടക്കുന്നത്? കഴിക്കാറുള്ളത് കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് സദഖ ചെയ്യാം, അതുകൊണ്ട് കുറച്ചെങ്കിലും എടുക്കണേ. സഈദ് ഇബ്നു ആമിർ 1000 നാണയം എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇല്ല, ഇത് ഞാൻ വായ്പ കൊടുക്കാൻ പോവുകയാ, ഇത് ഞാൻ കടം കൊടുക്കാൻ പോവുകയാണ്. ആയിരങ്ങൾ കണ്ണുതുറച്ചു നിന്നു. ആർക്ക് കൊടുക്കാനാണ്? സഹോദരങ്ങളെ, പാവപ്പെട്ടവന് കൊടുക്കാൻ പുരങ്ങി. പാവങ്ങൾക്ക് അവിടെ നിന്ന് വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ പകരം എനിക്ക് അല്ല തരുമല്ലോ. ഇതാരുടെ കരയാ പറയുന്നത്? ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാനില്ലാത്ത ഒരു പാവപ്പെട്ട ഭരണാധികാരിയുടെ കഥ പറയുമ്പോ ചരിത്രകാരന്മാർ ഇവിടെ എത്തുമ്പോൾ
പറഞ്ഞൊഴിയുന്നത് എന്തെന്നറിയോ? ഇവിടെ എത്തിയിട്ട് ചരിത്രകാരന്മാര് ചിന്തകന്മാര് കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? പരലോകം വിലക്ക് വാങ്ങിയ ഭരണാധികാരിയാ സഈദ് ഇബ്നുൽ ആമിർ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്രദമാകുന്ന നമ്മൾ കൊടുക്കുന്നതാണ്, അല്ലാത്തതൊന്നും നമുക്കില്ല. അലമാരക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്ന നമ്മുടേതല്ല. നബിയേ, എനിക്കുള്ളത് എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 എണ്ണമാണ് നിനക്കുള്ളത്. അകല ഫഅഫ്ന, ലബിസ ഫഅബ്ല, അഅത ഫഖ്തന. ഒന്നാമത്തേത് തിന്ന് ദഹിച്ച ഭക്ഷണം. ഞാനിന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് മനോഹരമായ ഭക്ഷണം മുസാജിയുടെ വീട്ടിൽ നിന്ന് കിട്ടി. അതെന്റെ ഭക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെതല്ല. കാരണം എന്താണ്? ഞാൻ തിന്ന് ദഹിച്ചിട്ടുണ്ടത് അത് എന്റേതാണെന്ന് ധൈര്യമായിട്ട് പറയാം. പക്ഷെ ഇപ്പം അവിടെ കരുതിയിരിക്കുന്ന ഭക്ഷണം എന്റേതാണെന്ന് പറയാറായില്ല. ഞാൻ ഇവിടെ ഇപ്പം വീണു മരിച്ചു പോയാൽ ആ ഭക്ഷണം എനിക്ക് തിന്നാൻ പറ്റൂല, സംഘാടകര് തിന്നും, അല്ലെങ്കിൽ വീട്ടുകാര് തിന്നും. അപ്പൊ എന്റേതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്റേതെന്ന് പറയാൻ പറ്റിയ ഒന്ന് തിന്ന് ദഹിച്ചതാണ്, രണ്ടാമത്തേത് ധരിച്ച് ദ്രവിച്ചതാണ്. ഈ ഇവിടെ തിരിക്കുന്നത് എന്റേതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഞാൻ മരിച്ചു വീണാല് എനിക്ക് 3 വെള്ളത്തുണിയേ ഉള്ളൂ. ഈ മുണ്ടം അഴിച്ചു മാറ്റും, ഈ ജുബ്ബ ഊരി മാറ്റും, ഈ തൊപ്പിയെടുത്തു മാറ്റും, ഈ ഷോൾ എടുത്തു മാറ്റും. ഇത് എന്നെ പോലെ ശരീരമുള്ള ആർക്കെങ്കിലും എന്റെ ബന്ധുക്കൾ കൊടുക്കും ജുബ്ബ. ഈ മുണ്ട് ആർക്കെങ്കിലും സാധുക്കൾക്ക് കൊടുക്കും. എന്റെതെന്ന് പറയാൻ പറ്റിയത് ഏതാണ്? ഞാനിട്ട് ദ്രവിച്ച് ഇന്ന് വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കയറുമ്പോ കാല് ചവിട്ടി തുടയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതുണ്ടല്ലോ, ദ്രവിച്ചു പോയി, അത് എന്റെതെന്ന് പറയാം. മൂന്നാമത്തേതാ മറ്റുള്ളവന് കൊടുത്തതുണ്ടല്ലോ. നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന നിങ്ങളുടേതല്ല, അല്ലാഹു സത്യം നിങ്ങളുടേതല്ല. നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പൊ ഇരിക്കുന്ന പൈസ നിങ്ങളുടേതല്ല, അത് ആരുടേതാണ്? നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അത് നിങ്ങളുടേതല്ല. നിങ്ങളിപ്പം മരിച്ചാൽ ബന്ധുക്കൾ അത് പോക്കറ്റിൽ നിന്ന് എടുത്തും അവരുപയോഗിക്കും. നിങ്ങളുടെ പൈസ എന്ന് പറയാൻ പറ്റിയത് തൊട്ടു മുമ്പ് ഇർഷാദ് കൊണ്ടുവന്ന പെട്ടിയിലിട്ട, സംഘാടകരെ കൊണ്ടുവന്ന പെട്ടിയിലിട്ടത് നിങ്ങളുടേതാണ്. കാരണം അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടു, അതാണ് പറഞ്ഞതും മരിച്ച 5 സാധനങ്ങൾ 5 പേരങ്ങ് കൊണ്ടുപോകും. ഏതൊക്കെയാണ്? ഇദാമാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി, മരിച്ച 5 ലഹ്മുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി, നിന്റെ മാംസമെല്ലാം പുഴുക്കൾക്കുള്ളതാണ്, എല്ലും മണ്ണിനുള്ളതാണ്. എല്ലും മണ്ണ് തിന്നും, മാംസമായ ഭാഗങ്ങളൊക്കെയും പുഴുക്കൾ തിന്നും. മനുഷ്യ, നീ മത്സ്യത്തെ കൊതിച്ചു, മത്സ്യം പുഴുവിനെ കൊതിച്ചു. മനുഷ്യന് മത്സ്യം കിട്ടി തിന്നാൻ, മത്സ്യത്തിന് പുഴുവിനെ തിന്നാൻ കിട്ടി. ഈ പുഴുവിന് എന്തിനാ തിന്നാൻ കിട്ടിയത്? ആ പുഴു തിന്നത് മനുഷ്യനെയാണ്. പുഴുവിനെ മത്സ്യം തിന്നും, മത്സ്യത്തെ മനുഷ്യൻ തിന്നും, മനുഷ്യനെ പുഴു തിന്നു. അതാണ് മൂന്നാമത്തേതോ വഅമലുൽ ലിമദ്ലൂമിൻ വറൂഹുൽ ലിഖാബിലി, മൂന്നാമത്തേത് നിന്റെ അമലാണ്. നീ ആരൊക്കെ ഫസാദ് പറഞ്ഞു അവരൊക്കെ അങ്ങ് കൊണ്ടുപോകുന്നത് നിനക്കൊന്നും കാണൂല. നിസ്കാരമൊക്കെ വേറെ പോയി. നിന്റെ റൂഹ് അസ്റായീൽ അല്ലാഹുവിന്റെ മുമ്പ് കൊണ്ടുപോയി, അതുമില്ല. പിന്നെ ഉള്ളത് പൈസ, ബിസിനസ്, കടകൾ. നിന്റെ അനന്തരാവകാശികൾ സമ്പത്ത് വീതിച്ചെടുത്തു. ഉണർന്നിരുന്ന് കേട്ടോ മോനെ എന്ന് മഹാനായ ഒരു പണ്ഡിതൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഉപകാരപ്രദമാകുന്ന നാളെയുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ നമ്മുടെ പ്രസംഗത്തിന്റെ സമാപന സമയത്ത് 1.5 ലക്ഷം രൂപ നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. കഴിയുന്നവരുണ്ടല്ലോ, 25,000 രൂപ കൊടുക്കാൻ കഴിയുന്നവർ. റമളാൻ മാസത്തിൽ റമളാൻ വരെ നമുക്ക് അവധി കൊടുത്തൂടെ? അത് അല്പം നീട്ടി കൊടുക്കാം, വലിയ നാൾ വരെ കൊടുക്കാം. അൽഹംദുലില്ലാ.
5 മാസം വളരെ കൃത്യമായി നിങ്ങളുടെ മുമ്പിലുണ്ട്. നാളെ ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചോളി. ഖുർആൻ 5 വിലാപങ്ങളെ പറ്റി പറഞ്ഞു. വിലാപം മനസ്സിലായില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് 5 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 സ്ഥലങ്ങളിൽ പടച്ചവനെ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കും. 5 സ്ഥലങ്ങളിൽ. ആ 5 സ്ഥലങ്ങൾ ഗൗരവത്തോടെ കേൾക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കുറവുകളൊക്കെ പരിഹരിച്ച് നാളെ ആ കവർ കൊടുക്കുന്നില്ലേ? ആര് പോകരുത്. നമുക്കത് ദുആ ചെയ്ത് സന്തോഷമായിട്ട് നമുക്ക് പിരിയാം. നാളെ നമുക്ക് വളരെ നേരത്തെ തന്നെ തുടങ്ങണം. നാളെ നമുക്ക് എത്ര മണിക്കാ? 8:30 മണിക്ക് തുടങ്ങൂടെ? 8:30 മണിക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമുക്ക് നാളെ ആരംഭിച്ച് ഇൻഷാ അല്ലാഹ് 10:30 മണിക്ക് 11 മണിക്ക് നമുക്ക് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കുക. ആ കവർ വേഗം കൊണ്ടോ ഇൻഷാ അല്ലാഹ് ആ കവർ നിങ്ങൾ നല്ല ഒരു സംഭാവന കരുതി നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനകത്ത് എഴുതി നാളെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ എത്തിച്ചേരുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് തന്നെ ദുആ കൊണ്ട് കഴിഞ്ഞു പോയി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കരുണയുള്ള റബ്ബേ, കരുണക്കടലായ പടച്ചവനെ, കാരുണ്യവാനായ അല്ലാഹ്, യാ അല്ലാഹ് സാധുക്കളാണ്, ബലഹീനരാണ്, പാപികളാണ്, ദോഷികളാണ് റബ്ബേ. ഞങ്ങളുടെ കരങ്ങൾ നീയല്ലാതെ നീട്ടി സ്വീകരിക്കാൻ വേറെ ആരും നിങ്ങൾക്കില്ല. അല്ലാഹുവേ, ഞങ്ങളെ നിന്നെ പോലെ പടച്ചവനെ കരുണ കാണിക്കുന്ന വേറെ ആരുമില്ല. അല്ലാഹുവേ, നീ സമ്പന്നനാണ്, ധനിയാണ്, ഞങ്ങളെ തള്ളല്ലേ അല്ലാ. നീ ഞങ്ങളെ ആട്ടിയോടിച്ച് തള്ളിയാൽ ഞങ്ങളെ സ്വീകരിക്കാൻ വേറെ ആരുമില്ല. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ദാസന്മാരാണ്, അടിമകളാണ് പടച്ചവനെ. ഞങ്ങൾക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. നിനക്ക് ഞങ്ങളല്ലാത്ത നല്ല നല്ല ആളുകളുണ്ട്. അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ കഷ്ടപ്പെട്ട് വളർത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹ്, ഞങ്ങൾ മുഴുവൻ പേരും ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, ഇനി ഒരിക്കലും പാപങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. പാപമില്ലാത്ത ജീവിതം നിങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ മരിക്കുന്ന സമയം ഇസ്സത്തോടെ കലിമ ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരോടും ഒരു കടപ്പാടും ബാക്കിയാകാതെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ആരുടെ മുന്നിലും കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് കിട്ടാനും കൊടുക്കാനുമുണ്ട് പടച്ചവനെ. അതെല്ലാം കൃത്യമായി ഖൈറിന്റെ വാതിലൂടെ നീ അതിനെ സമാധാനത്തിലെത്തിക്കണേ അല്ലാഹ്. പരിഹരിക്കണേ റബ്ബേ, റബ്ബേ പരിഹരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ആരെയും നീ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ പെടുത്തി മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അപകട മരണങ്ങൾ തരല്ലേ റബ്ബേ. താങ്ങാവുന്ന രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾക്ക് താങ്ങാവുന്ന രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ പോലെ, ട്യൂബർ പോലെ, പ്രഷർ പോലെ, ഷുഗർ പോലെ, അൽഷിമേഴ്സ് പോലെ, എയ്ഡ്സ് പോലെ, തലച്ചോറിന് പഴുപ്പ് പോലെ, തളർവാദം പോലെ, യാ അല്ലാഹ്, ഭ്രാന്ത് പോലെ ഞങ്ങൾക്ക് താങ്ങാവുന്ന രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹ്, മരിക്കുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷത്തിന്റെ സമയം, മരണസമയമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കൊരാപത്തും വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹാത്തുകളാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ ഞങ്ങളുടെ കൺമുമ്പിൽ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖൈറ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങളെ നീ ഉയർത്തണേ തമ്പുരാനെ. ഹാസിരിയങ്ങളിൽ നിന്ന്, ലാലിമീങ്ങളിൽ നിന്ന്, സാഹിരിയങ്ങളിൽ നിന്ന്, ആയിനീങ്ങളിൽ നിന്ന്, നാദിരീങ്ങളിൽ നിന്ന്, മുഗ്താബീങ്ങളിൽ നിന്ന്, നമ്മാമീങ്ങളിൽ നിന്ന്, മുഫ്തിനീങ്ങളിൽ നിന്ന്, മുഫ്സദീങ്ങളിൽ നിന്ന്, മുബ്തദഈങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പുത്തനാശയക്കാരിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതിന്റെ സംഘാടകർ, പാവപ്പെട്ട എന്റെ കൂട്ടുകാര്, അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ.
ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മുസാജിയുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഞാൻ വരുന്നു എന്നറിഞ്ഞപ്പോ അല്ലാഹുവേ വീട് തന്നെ ഒഴിച്ചു തന്നു അല്ലാ. സ്വർഗത്തിൽ സുന്ദരമായ ഭവനം നീ പകരം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പൊടിമോള് പൊന്നുമോളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ബിസിനസ്സിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ സഹോദരങ്ങൾ എത്തുന്നവര് പടച്ചവൻ എല്ലാരെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഹറമുകളിൽ എത്തിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം വേണ്ട, ഒരു മണിക്കൂറും വേണ്ട, ഒരു സെക്കൻഡെങ്കിലും നിങ്ങളുടെ ഹബീബിന്റെ ആ സുന്ദരമായ മുഖമൊന്ന് സ്വപ്നം കണ്ടു മരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞങ്ങൾ നീ ദീർഘായുസ്സിലും ആരോഗ്യത്തിലുമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ റിഫ്അത്തും ഇസ്മത്തും നൽകണേ റബ്ബേ. ഈ ദുആനെ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഇന്ന് വരാത്ത എല്ലാവരെയും നാളെ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരെ കൊണ്ടുവരണം, കരുതി വരണം. നാളെ ഇൻഷാ അല്ലാഹ് പരലോകത്ത് നമ്മുടെ വിലാപങ്ങളാണ്. 5 വിലാപങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആരക്കിൻ. നേരത്തെ നാളെ തുടങ്ങും. 8:30 മണിക്ക് തുടങ്ങി 10:30 മണിക്ക് അവസാനിപ്പിക്കണം. എല്ലാവരും കവറിൽ സംഭാവന കരുതി വരിക. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട നവാസ് മണ്ണാടി ഉസ്താദ്, ഇവിടെ കൂടി തടിച്ചുകൂടിയ ആളുകൾക്ക് മനോഹരമായ പ്രഭാഷണം നടത്തി ആവേശം മുതിർന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എല്ലാ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേർന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് നാളെ ഇശാ നിസ്കരിച്ച ഉടനെ തന്നെ പരിപാടി നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ನಮ್ಮ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿದಂತಹ